നമസ്കാരം. മാസഫലത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ മാസത്തിൽ മേടം രാശിയിൽ ഉൾപ്പെട്ടു വരുന്ന അശ്വതി, ഭരണി, കാർത്തിക ഈ നക്ഷത്രക്കാർക്ക് ഈ മാസത്തിൽ ഉണ്ടാകുന്ന ഗുണഫലങ്ങളും ദോഷഫലങ്ങളും എന്തെല്ലാമാണെന്ന് നമുക്കൊന്ന് നോക്കാം. എന്ത് കാര്യത്തിനിറങ്ങിയാലും തടസ്സങ്ങളുണ്ടായിരുന്നു, എന്നാൽ ആ തടസ്സങ്ങളൊന്ന് മാറിക്കിട്ടുകയാണ്. തടസ്സങ്ങൾ മാറി നേട്ടത്തിലോട്ട് പോകുന്ന ഒരു മാസം തന്നെയാണ്. ശാരീരികമായ അസുഖങ്ങൾക്ക് ഒരു മാറ്റം കാണുന്നുണ്ട്. കൂടാതെ ശരീരഭംഗി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ധനം ചിലവാക്കുന്ന ഒരു മാസം കൂടിയാണ്. അതായത് നമ്മൾ ആരോഗ്യം കൂടുതൽ ശ്രദ്ധിക്കുന്നു, സൗന്ദര്യത്തിൻ്റെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ വരുന്നു, അങ്ങനെയൊക്കെ ഒരുപാട് നേട്ടങ്ങൾ വരുന്നു. ഏത് മേഖലയിലായാലും നിങ്ങൾക്കൊരു അംഗീകാരവും ബഹുമാനവും ലഭിക്കുന്നുണ്ട്. സന്തോഷവും സുഖവും ജയവും വന്നു ചേരുന്ന ഒരു മാസം. സഞ്ചാരങ്ങൾ ഒരുപാട് ചെയ്യേണ്ടി വരും, എന്നാൽ അതിലൂടെ നേട്ടങ്ങൾ വരികയും ചെയ്യുന്നു. അതിനോടൊപ്പം നിങ്ങൾ ഇറങ്ങുന്ന കാര്യങ്ങൾക്ക് വിജയം കൈവരിക്കുവാനും സാധിക്കുന്നു. അധികാര രംഗത്തിരിക്കുന്ന വ്യക്തി, കൂടുതൽ രാഷ്ട്രീയം അതല്ലാതെ ഒരു കമ്പനികളുടെ മേൽ ഭാഗത്ത് നിൽക്കുന്ന വ്യക്തികൾക്ക് എല്ലാവർക്കും ഒരുപാട് സന്തോഷിക്കാവുന്ന ഒരു മാസം തന്നെയാണ്. കാരണം അവർക്ക് ഒരുപാട് നേട്ടങ്ങളും അംഗീകാരങ്ങളും ബഹുമാനങ്ങളും വന്നു ചേരുന്നു. ധൈര്യപൂർവ്വം നിങ്ങൾ ഏത് മേഖലയിൽ കൈവച്ചാലും അവിടെയെല്ലാം വിജയം കൈവരിക്കുവാൻ സാധിക്കും. ഐശ്വര്യവും പ്രതാപവും നിങ്ങൾക്ക് വന്നു ചേരുന്ന ഒരു മാസമാണ്. ഇങ്ങനെ ഒരുപാട് നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നുകൊണ്ടേയിരിക്കുകയാണ്. എങ്കിലും ഒന്ന് സൂക്ഷിക്കുക. നിങ്ങൾ വിദ്യാർത്ഥികളാണ് എന്നുണ്ടെങ്കിൽ, അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രത്തിൽപ്പെട്ട നിങ്ങൾ വിദ്യാർത്ഥികളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിദ്യാഭ്യാസപരമായ തടസ്സങ്ങൾ വരാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ പരീക്ഷകളെല്ലാം വരുന്ന സമയമാണ്. അപ്പോൾ നിങ്ങൾ വളരെ ആത്മാർത്ഥമായ രീതിയിൽ ഈശ്വര പ്രാർത്ഥനയോടുകൂടി പഠിക്കുന്നത് വളരെ നല്ലതായിരിക്കും. കാരണം ചെറിയ രീതിയിലുള്ള വിദ്യാഭ്യാസ തടസ്സങ്ങൾ വരുന്നുണ്ട്. അത് പഠിക്കുന്നത് മനസ്സിലാകുന്നില്ല, അല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ സമയമാകുമ്പോൾ ടെൻഷനാകുന്നു, മറന്നു പോകുന്നു. അപ്പോൾ കൃത്യമായിട്ട് അതെല്ലാം ഒന്ന് മനസ്സറിഞ്ഞ് പഠിച്ച് പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോകുന്നത് നല്ലതായിരിക്കും. എടുത്തുചാട്ടവും അതുപോലെയുള്ള മുൻകോപങ്ങളും കുറയ്ക്കുന്നതും വളരെ നല്ലതായിരിക്കും. അത് മുഖാന്തരം ചില പ്രശ്നങ്ങൾ ജീവിതത്തിൽ വരാൻ സാധ്യതയുണ്ട്. വസ്തു, വീട് ഇതെല്ലാം വാങ്ങുവാൻ ഇറങ്ങുന്നു എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ വസ്തുവിൻ്റെ വീടിൻ്റെ കാര്യത്തിന് ഇറങ്ങുന്നു എന്നുണ്ടെങ്കിൽ അതിൽ തടസ്സങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. ആ കാര്യങ്ങളും ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും. കൂടുതലായിട്ട് ലഹരി വസ്തുക്കളുടെ ഉപയോഗം കൂടുന്നു. അതിപ്പോൾ പ്രായം കുറഞ്ഞവരാകാം, പ്രായം കൂടിയവരാകാം, ആരെന്നില്ല, എല്ലാവർക്കും ഒരുപോലെ തന്നെയാണ്. ലഹരി വസ്തുക്കളുടെ ഉപയോഗം കൂടുതലായി വരുന്ന ഒരു മാസമാണ്. സൂക്ഷിക്കുക, ശ്രദ്ധിക്കുക, സ്വയം നിയന്ത്രിക്കുക. ജീവിതം എന്താണെന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നത് നല്ലത് തന്നെയായിരിക്കും. ജീവിതം തന്നെയാണ് ഏറ്റവും വലിയ ലഹരിയായി കാണേണ്ടത്. അപ്പോൾ ഓരോ വ്യക്തികളും ജീവിക്കുവാൻ വേണ്ടി സമയം പോലും കിട്ടാതെ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ അത്രയും തിരക്കിട്ട ജീവിതത്തിനിടയിൽ ഈ നിസ്സാരമായ ഈ ഒരു കാര്യത്തിന് വേണ്ടി ധനം ചിലവാക്കുകയും ജീവിതം മാറ്റിവെക്കുകയും ചെയ്യുന്നത് മണ്ടത്തരം തന്നെയാണ്. നമ്മൾ ജീവിക്കൂ, സന്തോഷപരമായിട്ട് സ്നേഹത്തോടു കൂടി ജീവിക്കാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഈ ലഹരി എന്ന വസ്തു നിർത്തുന്നതോ അല്ലെങ്കിൽ ഉപേക്ഷിക്കുകയോ ചെയ്യുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും. വാഹനങ്ങൾ മുഖാന്തരം ചെറിയ നഷ്ടങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയോ അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള അപകടങ്ങൾ വരുവാനോ അങ്ങനെ എല്ലാം സാധ്യത കൂടുതലായി കാണുന്നുണ്ട്. വളരെയധികം ശ്രദ്ധയോടുകൂടി ആ കാര്യങ്ങളും കൈകാര്യം ചെയ്യുക. ചെറിയ രീതിയിലുള്ള രോഗാവസ്ഥകളോ മുറിവുകളോ വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മാറും. നേരത്തെ പറഞ്ഞതുപോലെ ആരോഗ്യപരമായ കാര്യങ്ങളിൽ ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യമാണ് ഇവിടെ സാധ്യമാകുന്നത്. ദാമ്പത്തിക ബന്ധത്തിൽ തടസ്സങ്ങൾ അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ, പിണക്കങ്ങൾ, പിരിഞ്ഞിരിക്കേണ്ട അവസ്ഥ അല്ലെങ്കിൽ അകലുന്ന ഒരവസ്ഥ, ഇനി അകന്നിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ കൂടുതൽ പ്രശ്നത്തിലോട്ട് പോകുന്ന ഒരു കാര്യം, ഇങ്ങനെയൊക്കെ വരാൻ സാധ്യതയുള്ളതിനാൽ വളരെയധികം സൂക്ഷിക്കുക, ശ്രദ്ധിക്കുക. വളരെ ശ്രദ്ധയോടുകൂടി ഓരോ കാര്യങ്ങളും കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോകുന്നത് നല്ലതായിരിക്കും. കുടുംബജീവിതമാണ് ഏറ്റവും വലുത്. അപ്പോൾ അവിടെ നമ്മളൊന്ന് പ്രശ്നങ്ങൾ വരുത്താതെ നോക്കി മുന്നോട്ട് പോകുന്നത് നല്ലത് തന്നെയായിരിക്കും. സാമ്പത്തിക ബുദ്ധിമുട്ടെല്ലാം മാറിക്കിട്ടും. ജോലിയിൽ പുരോഗതി ഉണ്ടാകും. സന്തോഷവും സമാധാനവുപരമായ ജീവിതം കൈവരിക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങൾ മഹാദേവനെ പ്രാർത്ഥിക്കുന്നത് ഏറെ നല്ലതായിരിക്കും. മഹാദേവനെ പ്രാർത്ഥിക്കുകയോ ഭഗവാന്റെ ദർശനം നടത്തുകയോ ക്ഷേത്രത്തിൽ നിങ്ങളാൽ കഴിയുന്ന രീതിയിൽ പുഷ്പാഞ്ജലി വഴിപാടെല്ലാം കഴിപ്പിച്ച് മുന്നോട്ട് പോയാൽ ഈ ഒരു മാസം വലിയ ദോഷങ്ങളൊന്നുമില്ലാതെ സന്തോഷകരമായി മുന്നോട്ട് പോകുവാൻ സാധിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ദോഷങ്ങൾ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ അനുഭവിക്കുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും ഒന്ന് കമൻറ്റ് ചെയ്യുക. എന്താണ് പ്രശ്നം എന്നതും കൂടി ഒന്ന് കമൻറ്റ് ചെയ്താൽ വളരെ നല്ലതായിരിക്കും. എല്ലാ മാസവും
ക്ഷേത്രത്തിൽ പൂജ നടക്കുകയാണ്. ആ പൂജയിൽ നിങ്ങളുടെ പേരിൽ പുഷ്പാഞ്ജലികളും നടത്തുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ കൃത്യമായിട്ടൊന്ന് രേഖപ്പെടുത്തുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും. മാത്രമല്ല, ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ജ്യോതിഷ സംബന്ധമായ സംശയങ്ങൾക്കും ഓൺലൈനിലൂടെ ജാതകം പരിശോധിക്കുന്നതിനും വേണ്ടി സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യാവുന്നതുമാണ്. നമസ്കാരം. മാസഫലം ഇടവം രാശി. ഇടവൻ രാശിയിൽ കാർത്തിക, രോഹിണി, മകയിരം ഈ നക്ഷത്രക്കാർക്ക് ഈയൊരു മാസത്തിൽ കുടുംബ സ്വത്തിൻ്റെ പേരിൽ അഭിപ്രായ വ്യത്യാസം. കുടുംബ സ്വത്തോ അവിടെ നിന്ന് കിട്ടുന്ന ആദായം അല്ലെങ്കിൽ നിങ്ങളുടെ വസ്തു, വീട്, ഇതിൻ്റെ പേരിൽ സഹോദരങ്ങൾ തമ്മിലോ അല്ലെങ്കിൽ അച്ഛനമ്മമാർ തമ്മിലോ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യത വളരെ കൂടുതലായി കാണുന്നതിനാൽ സൂക്ഷിക്കുക, ശ്രദ്ധിക്കുക. വളരെ ശ്രദ്ധയോടുകൂടി കുടുംബത്തിനുള്ളിലെ ഓരോ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നത് നല്ലത് തന്നെയായിരിക്കും. അപ്പോൾ എന്നാൽ ഇതിൽ നിങ്ങൾക്കൊരു ഗുണപരമായ അനുഭവമാണ് വരുന്നത്. എന്തൊക്കെ പ്രശ്നമുണ്ടായാലും അവസാന ഘട്ടം നിങ്ങൾക്ക് വിജയമുണ്ടാകുന്നു, നിങ്ങളുടെ കയ്യിലേക്ക് വന്നു ചേരുന്നു, അത് മുഖാന്തരം ലാഭമുണ്ടാകുന്നു, നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കുവാനും സാധിക്കുന്നു. അപ്പോൾ വഴക്കില്ലാതെ സമാധാനപരമായിട്ട് മുന്നോട്ട് പോവുക. ഒരല്പം കാത്തിരിക്കേണ്ടി വന്നാലും അവസാന വിജയം നിങ്ങൾക്ക് തന്നെയാണ്. ധനപരമായ നേട്ടങ്ങളും ഭാഗ്യങ്ങളും വന്നു ചേരുന്ന ഒരു മാസം തന്നെയാണ്. നിങ്ങളുടെ സംസാരത്തിലൂടെ നിങ്ങൾ പലതും നേടിയെടുക്കും. ഇപ്പോൾ നിങ്ങളൊരു ജോലി ചെയ്യുന്ന വ്യക്തിയാണ്. അപ്പോൾ നിങ്ങളുടെ കസ്റ്റമർ നിങ്ങൾക്ക് സംസാരിച്ച് വീഴ്ത്തുവാൻ സാധിക്കുക തന്നെ ചെയ്യും. അതുപോലെ എന്ത് പ്രശ്നം വന്നാലും നിങ്ങളുടെ സംസാരത്തിലൂടെ അവർ നിങ്ങളോടുള്ള ദേഷ്യം മറക്കുകയും നിങ്ങളോട് സൗഹൃദമാക്കി തീരുവാനും എല്ലാം സാധ്യത വളരെ കൂടുതലായി കാണുന്നുണ്ട്. വിദ്യാഭ്യാസ രംഗത്ത് നേട്ടം കൈവരിക്കുന്ന സമയം. പ്രതീക്ഷിക്കുന്നതിലും അപ്പുറം ഉയരങ്ങളിലേക്ക് എത്തുവാൻ സാധിക്കും. ആത്മാർത്ഥമായി നിങ്ങൾ പഠിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ മാത്രം മതി. ഉറപ്പായിട്ടും നിങ്ങൾക്കൊരു വിജയം കൈവരിക്കുവാൻ സാധിക്കുക തന്നെ ചെയ്യും. നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ജീവിതം നേടിയെടുക്കുവാൻ സാധിക്കുന്ന ഒരു മാസമാണ്. കൂടുതൽ എല്ലാവരും ആഗ്രഹിക്കുന്നത് സന്തോഷകരമായി ജീവിക്കുക, നല്ല രീതിയിൽ മുന്നോട്ട് പോവുക, സ്നേഹവും സന്തോഷവും നല്ല രീതിയിലുള്ള ആഹാരവും എല്ലാം ലഭിക്കുക എന്നതാണ്. എന്നാൽ അതുപോലെ തന്നെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന സുഖഭോജനങ്ങളെല്ലാം ലഭിച്ച് സന്തോഷകരമായി മുന്നോട്ട് പോകാൻ സാധിക്കുന്ന ഒരു മാസം തന്നെയാണ്. മനസ്സിൽ സന്തോഷവും സമാധാനവും നിറഞ്ഞു നിൽക്കും. ദേഹ ആശ്വാസം, അതായത് ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ എല്ലാം ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ അതിനൊരു മാറ്റം വന്നു ചേരുന്ന ഒരു മാസം. അങ്ങനെ ഒരുപാട് നേട്ടങ്ങൾ വന്നു ചേരുന്ന ഒരു മാസമാണ്. ഇവയിൽ ചില കാര്യങ്ങൾക്കെല്ലാം തടസ്സങ്ങളും വരുന്നുണ്ട്. ഗുണവും ദോഷവും ഒരുപോലെ നിറഞ്ഞു നിൽക്കുന്നതാണ് ജീവിതം. ഗുണപരമായ നേട്ടങ്ങൾ വന്നു ചേരും എന്നുണ്ടെങ്കിലും ദോഷപരമായ രീതിയിൽ ഇവിടെ കാണുന്നത് കാര്യതടസ്സങ്ങൾ നല്ല രീതിയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവയൊന്ന് സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും. എന്ത് കാര്യത്തിന് ഇറങ്ങുമ്പോഴും ചെറിയ തടസ്സങ്ങൾ. രണ്ടാമത്തെ പ്രാവശ്യമായിരിക്കും അത് സക്സസ് ആകുന്നത്. ആദ്യമേ പറഞ്ഞല്ലോ, ഇപ്പോൾ നമ്മളൊരു വസ്തുവിൻ്റെ കാര്യത്തിലോ വീടിൻ്റെ കാര്യത്തിലോ എന്ത് കാര്യത്തിന് ഇറങ്ങിയാലും തടസ്സങ്ങൾ വന്നു ചേരും. പക്ഷേ അവസാനം മാത്രമേ നമുക്കവിടെ വിജയം കൈവരിക്കുവാൻ സാധിക്കുകയുള്ളൂ. ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും. തടസ്സം മാറുന്നതിന് വേണ്ടി പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോവുക. വിദ്യാഭ്യാസ രംഗത്ത് നേട്ടം വരുമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് പല കാര്യങ്ങളും നിങ്ങളുടെ സാമർഥ്യം, നിങ്ങളുടെ ആത്മാർത്ഥമായിട്ടുള്ള പ്രവൃത്തി മുഖാന്തരം നേടിയെടുക്കുവാൻ സാധിക്കുക തന്നെ ചെയ്യും. കൂടാതെ വാഹന സംബന്ധമായ നഷ്ടങ്ങൾ കാണുന്നുണ്ട്. ഒരുപാട് വ്യക്തികൾ വാഹനപരമായ കാര്യങ്ങളിൽ ജോലി ചെയ്യുന്നു. ഇപ്പോൾ ഡ്രൈവറായിട്ട് ജോലി ചെയ്യുന്നു, അതിൽ പല പല സ്റ്റാഫുകളായിട്ട് ജോലി ചെയ്യുന്നു. വാഹന സംബന്ധമായി ഇപ്പോൾ വർക്ക്ഷോപ്പ്, അതിൻ്റെ ഫാക്ടറികൾ, ഇവിടെ എല്ലാം ജോലി ചെയ്യുന്ന വ്യക്തികൾക്ക് ചെറിയ തടസ്സങ്ങൾ, നഷ്ടങ്ങൾ. അപ്പോൾ നിങ്ങൾ വർക്ക് ചെയ്യുന്ന വ്യക്തികൾ, ഈ നക്ഷത്രത്തിൽപ്പെട്ട വ്യക്തികളാണ് ഈ സ്ഥാപനങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെറിയ നഷ്ടങ്ങളോ പരാജയങ്ങളോ ജോലിയിൽ ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ ജോലിയിൽ കയറുവാൻ സാധിക്കുന്ന, ജോലി പോകാൻ സാധിക്കുന്ന അങ്ങനെയൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പേടിക്കുകയൊന്നും വേണ്ട. ധൈര്യമായിട്ട് പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോയാൽ നമുക്കതെല്ലാം മറികടന്ന് മുന്നോട്ട് പോകുവാൻ സാധിക്കും. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ലഹരി വസ്തുക്കളുടെ ഉപയോഗം പൂർണ്ണമായും നിർത്തുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും. ആരോഗ്യപരമായിട്ടുള്ള മാറ്റങ്ങളെല്ലാം വന്നു ചേരുമെന്നുണ്ടെങ്കിലും വിവാഹ സംബന്ധമായ തടസ്സങ്ങൾ കൂടെ തന്നെയുണ്ട്. നമ്മൾ വിവാഹ സംബന്ധമായ തടസ്സങ്ങൾ, കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങൾ, പ്രണയ പരാജയങ്ങൾ, ദാമ്പത്തിക ജീവിതത്തിൽ കലഹങ്ങൾ എന്നിവയെല്ലാം വന്നു ചേർന്നുകൊണ്ടിരിക്കുകയാണ്. സൂക്ഷിക്കുക, ശ്രദ്ധിക്കുക. വളരെ ശ്രദ്ധയോടുകൂടി ഈ ഒരു മാസം മുന്നോട്ട് പോകുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും. സാമ്പത്തിക ബുദ്ധിമുട്ട് നേരിടേണ്ടി വരും. എന്നാൽ നല്ല രീതിയിലുള്ള പ്രശ്നത്തിലോട്ട് പോകാൻ സാധ്യതയില്ല. അവസാന ഘട്ടമാകുമ്പോഴേക്കും എവിടെ കൂടിയെങ്കിലും നമ്മുടെ കയ്യിലേക്ക് എത്തിച്ചേരാൻ സാധ്യതയുണ്ട്. എങ്കിലും ആദ്യം ഒന്ന് പേടിപ്പിച്ചതിന് ശേഷം മാത്രമേ സാമ്പത്തികപരമായിട്ട് ഉയർച്ചയിലെത്തിക്കുവാൻ സാധിക്കുകയുള്ളൂ. ബിസിനസ്സിലും ജോലിയിലുമെല്ലാം ടെൻഷനുകൾ വരും എന്നുണ്ടെങ്കിലും നമുക്കതിനെ അതിജീവിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും. അപ്പോൾ ജീവിതത്തിൽ ഇത്രയും പ്രശ്നങ്ങളൊക്കെ വന്നു ചേരുമ്പോൾ നിങ്ങൾ കൃത്യമായിട്ടും ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുക.
ഗണപതി ഭഗവാന്റെ നാമം ജപിക്കുക, ക്ഷേത്ര ദർശനം നടത്തുക, കഴിയുമെങ്കിൽ പക്കനാൾ വരുമ്പോൾ ഗണപതി ഹോമം ചെയ്യുക, ആഴ്ചയിൽ ഒരു ദിവസം ഗണപതി ഭഗവാൻ ഒരു നാളികേരം എല്ലാം ഉടയ്ക്കുക. ജീവിതത്തിൽ എന്ത് വിശേഷം വന്നാലും ക്ഷേത്ര ദർശനം ചെയ്ത് ഭഗവാനൊരു പുഷ്പാഞ്ജലി അർപ്പിച്ച് ഒരു നാളികേരമൊക്കെ ഉടച്ചിട്ട് പോയി കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ മാറുകയും നേട്ടങ്ങൾ ഉണ്ടാകുകയും ചെയ്യും. അപ്പോൾ ഇനിയും പ്രശ്നങ്ങൾ മാറുന്നില്ല, വീണ്ടും ഇങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് നിങ്ങളുടെ ജാതകം ഒന്ന് പരിശോധിക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ജാതകഫലം ഓൺലൈനിലൂടെ അറിയുന്നതിന് വേണ്ടി സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ഒന്ന് മെസ്സേജ് ചെയ്യാവുന്നതാണ്. കൂടാതെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിച്ചിരിക്കുന്ന പ്രശ്നങ്ങളും നിങ്ങളുടെ പേരും നക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. എല്ലാ മാസത്തിലും നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പൂജ ക്ഷേത്രത്തിൽ നടക്കുകയാണ്. അപ്പോൾ ആ പൂജയിൽ നിങ്ങളുടെ പേരും നാൾ ഉൾപ്പെടുത്തി പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഒരു ചെറിയ മാറ്റം എന്തായാലും നിങ്ങളുടെ ജീവിതത്തിൽ വരിക തന്നെ ചെയ്യും. ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും. നമസ്കാരം. മാസഫലത്തിൽ മിഥുനം രാശിയിൽ ഉൾപ്പെട്ടു വരുന്ന മകയിരം, തിരുവാതിര, പുണർദം ഈ നക്ഷത്രക്കാർക്ക് ഈ ഒരു മാസത്തിൽ നിങ്ങൾ വിദേശ ജോലിക്ക് ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ്. തടസ്സങ്ങളുണ്ടാകും. ഇനി വിദേശ ജോലിക്ക് വേണ്ടി പണം കൊടുക്കുകയോ അല്ലെങ്കിൽ പണം അവിടുത്തെ പരീക്ഷയ്ക്ക് വേണ്ടിയൊക്കെ അടയ്ക്കുകയോ അങ്ങനെയൊക്കെ ചെയ്യുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ സൂക്ഷിക്കുക. ഈ ഒരു മാസം നല്ല തടസ്സം കാണുന്നുണ്ട്. ഈ നക്ഷത്രത്തിൽപ്പെട്ട വ്യക്തികൾക്ക് വിദേശ ജോലിക്കോ വിദേശത്തിൽ പഠിക്കുവാൻ പോകാനോ അല്ലെങ്കിൽ അവിടെ ജോലി ചെയ്യുന്ന വ്യക്തികൾക്കും ചില ബുദ്ധിമുട്ടുകളും തടസ്സങ്ങളും കാണുന്നുണ്ട്. ജോലി ചെയ്യുന്ന വ്യക്തികൾ വളരെയധികം സൂക്ഷിച്ച് ഓരോ കാര്യങ്ങളും കൈകാര്യം ചെയ്യുക. ചെറിയ രീതിയിലുള്ള പ്രശ്നങ്ങളും തടസ്സങ്ങളും നിങ്ങളെ തേടി വരികയാണ്. അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾ ഈ ഒരു സമയം വ്യക്തമായി പരിശോധിച്ച് മുന്നോട്ട് പോകുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും. യാത്രകളിലൂടെ ലാഭങ്ങൾ നേടുവാൻ സാധിക്കുന്ന ഒരു മാസം തന്നെയാണ്. തൊഴിൽ രംഗത്ത് നേട്ടങ്ങൾ കൈവരിക്കുവാൻ സാധിക്കും. കൂടാതെ നിങ്ങളുടെ മുജ്ജന്മ സുഹൃതം പോലെ പല കാര്യങ്ങളും നിങ്ങളുടെ നേരെ വരികയും നിങ്ങൾക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കുവാനും സാധിക്കുന്ന മനോഹരമായ ഒരു മാസം തന്നെയാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾ വിശ്വസിക്കുന്ന ഈശ്വരനെയോ അല്ല എന്നുണ്ടെങ്കിൽ വിഷ്ണു ഭഗവാനെയൊക്കെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും. ദുർബുദ്ധി, പിടിവാശി എല്ലാം കുറച്ച് സന്തോഷത്തോടു കൂടി നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കും. സഹോദരനിൽ നിന്നും നേട്ടങ്ങളും ഐശ്വര്യവും സഹായവും സാമ്പത്തിക അഭിവൃദ്ധിയും എല്ലാം വന്നു ചേരും. എടുത്തുചാട്ടം കുറയ്ക്കുന്നത് വളരെ നല്ലതായിരിക്കും. വിദ്യാർത്ഥികൾക്ക് നേട്ടം കാണുന്നുണ്ട്. ഐശ്വര്യമായിട്ട് മുന്നോട്ട് പോകുവാനും വിദ്യാഭ്യാസ രംഗത്ത് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും അപ്പുറം വിജയങ്ങൾ കൈവരിക്കുവാനും സാധിക്കും. കായിക രംഗത്ത് പ്രവർത്തിക്കുന്ന വ്യക്തികൾക്കും അതുപോലെ തന്നെയാണ് പുരോഗതി, അംഗീകാരം, നേട്ടങ്ങൾ, അവസരങ്ങൾ, യാത്രകൾ ഇതിലൂടെയെല്ലാം സന്തോഷകരമായ ജീവിതം നേടിയെടുക്കുവാൻ സാധിക്കും. എന്നിരുന്നാലും കാര്യതടസ്സങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ തടസ്സങ്ങൾ മാറുന്നതിന് വേണ്ടി പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോവുക. സംസാരം, എടുത്തുചാട്ടം ഇതെല്ലാം ഒന്ന് നിയന്ത്രിക്കുക. സന്തോഷകരമായ ജീവിതം നയിക്കുവാൻ സാധിക്കും. വീട്, വസ്തു, വാഹനം എന്നിവ വാങ്ങുവാനോ വിൽക്കുവാനോ നോക്കുന്നു എന്നുണ്ടെങ്കിൽ ഈ ഒരു മാസത്തിന് ശേഷം ചെയ്യുന്നത് നല്ലതായിരിക്കും. കാരണം തടസ്സങ്ങളും വില കുറവോ അല്ലെങ്കിൽ വില കൂടിയ വസ്തു നമ്മൾ അതിനേക്കാളും വില കൂടുതലായിട്ട് കൊടുത്ത് വാങ്ങുന്നത്, അതായത് ഒരു 50 ലക്ഷം രൂപയ്ക്കുള്ളൊരു സ്ഥലം നമ്മൾ 75 ലക്ഷം രൂപ കൊടുത്ത് വാങ്ങുന്ന ഒരവസ്ഥ വരുന്നുണ്ട്. തിരിച്ച് നമ്മൾ വിൽക്കുകയാണെങ്കിൽ ഒരു 50 ലക്ഷം രൂപയുടെ സ്ഥലം നമ്മളൊരു 40 ലക്ഷം രൂപയ്ക്ക് വിൽക്കുന്ന ഒരു അവസ്ഥയൊക്കെ വരുന്നുണ്ട്. ഈ ഒരു മാസത്തേക്ക് അതൊന്ന് മാറ്റിവെക്കുക, അല്ലെങ്കിൽ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുന്നത് നല്ലത് തന്നെയായിരിക്കും. വാഹനപരമായ കാര്യങ്ങളിലൊന്ന് സൂക്ഷിക്കുക. ചെറിയ രോഗാവസ്ഥയും മുറിവുകളും കാണുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും. പ്രത്യേകിച്ച് ഈ സ്ത്രീജനങ്ങൾ, ഈ അടുക്കളയിലൊക്കെ പാചകം ചെയ്യുന്നവർ ഒന്ന് വളരെയധികം സൂക്ഷിക്കുക. കാരണം നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചെറിയ മുറിവുകളോ പൊള്ളലുകളോ ഏൽക്കും. ഇത് അതിൽ നിന്നും കൂടുതലായിട്ട് വരാനൊരു സാധ്യതയുണ്ട്. സൂക്ഷിക്കുന്നത് വളരെ നല്ലതായിരിക്കും. രോഗാവസ്ഥ നല്ല രീതിയിൽ കാണുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർ നിങ്ങൾ കൃത്യമായിട്ട് ചെക്കപ്പ് എല്ലാം ചെയ്ത് മെഡിസിൻ എല്ലാം കഴിച്ചു പോകുന്നത് നല്ലതായിരിക്കും. ഈ സമയത്ത് മദ്യപിക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നവരാണെന്നുണ്ടെങ്കിലോ അവരുടെ ആരോഗ്യനില ഗുരുതരത്തിലോട്ട് പോകാൻ, അതായത് വളരെ ബുദ്ധിമുട്ടിലോട്ട് പോകാൻ സാധ്യതയുണ്ട്. സൂക്ഷിക്കുക. അതെല്ലാം പൂർണ്ണമായി നിർത്തുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും. ദാമ്പത്തിക ജീവിതത്തിൽ പ്രശ്നങ്ങൾ, കലഹങ്ങൾ, അഭിപ്രായ വ്യത്യാസങ്ങൾ, പിരിയുന്നൊരവസ്ഥ, അകലുന്നൊരവസ്ഥ, സ്നേഹമില്ലാത്തൊരവസ്ഥ, എന്നും വഴക്കുണ്ടാകുന്നൊരവസ്ഥ ഇതെല്ലാം വന്നു ചേരുകയാണ്. വിവാഹ തടസ്സങ്ങൾ, എൻഗേജ്മെൻറ്റ് വരെ ആയിട്ട് ആ വിവാഹം വേണ്ടാന്ന് വയ്ക്കുന്നൊരവസ്ഥ, വിവാഹം കിട്ടാതെ നമ്മൾ ബുദ്ധിമുട്ടി നിൽക്കുന്നൊരവസ്ഥ, ഇങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഈ ഒരു സമയത്ത് വരുന്നുണ്ട്. സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകും എന്നുണ്ടെങ്കിലും ജോലിയിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട്. എങ്കിലും മുന്നോട്ട് പോകും. സന്തോഷകരമായ ജീവിതം നയിക്കുവാൻ സാധിക്കും. നല്ല രീതിയിൽ ജീവിതം മുന്നോട്ട് പോകുവാൻ വേണ്ടി തടസ്സങ്ങൾ എന്തെങ്കിലും വരുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾ വിഷ്ണു ഭഗവാനെ
പ്രാർത്ഥിക്കുക, ഭഗവാന്റെ നാമം ജപിക്കുക, ഭഗവാന്റെ ക്ഷേത്ര ദർശനം നടത്തുക. വ്യാഴാഴ്ച ദിവസങ്ങൾ ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലിയും പക്കനാൾ വരുമ്പോൾ പാൽപ്പായസ വഴിപാടും സുദർശന ഹോമവും എല്ലാം നടത്തി മുന്നോട്ട് പോയാൽ വളരെ നല്ലത് തന്നെയായിരിക്കും. നല്ല രീതിയിൽ ജീവിതം ഉയർച്ചയിൽ എത്തുവാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ ഈ പരിഹാരമൊക്കെ ചെയ്തിട്ട് നമുക്ക് മാറ്റം വരുന്നില്ല, നേട്ടം വരുന്നില്ല, വിജയിക്കുവാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ ജാതകം ഒന്ന് പരിശോധിക്കൂ. അപ്പോൾ ജാതകം പരിശോധിച്ചപ്പോഴത്തെ ദശാപകാരം മനസ്സിലാക്കി അതിനും പരിഹാരം ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ജാതകഫലം ഫോണിലൂടെ അറിയുന്നതിന് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ വാട്സപ്പിൽ തന്നെ മെസ്സേജ് ചെയ്യുന്നത് നല്ലതായിരിക്കും. കൂടാതെ നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ എന്ത് തന്നെയാണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. അതിനോടൊപ്പം നിങ്ങളുടെ പേരും നക്ഷത്രവും കൂടി ഒന്ന് രേഖപ്പെടുത്തുക. എല്ലാ മാസവും ക്ഷേത്രത്തിൽ നടക്കുന്ന പൂജയിൽ നിങ്ങളുടെ പേരും ഉൾപ്പെടുത്തി പ്രാർത്ഥിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത് എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്നതാണ്, പക്ഷേ ഇത് നമ്മൾ ഈ മാസത്തെ പൂജയിലാണ് ഉൾപ്പെടുത്തുന്നത്. അടുത്ത മാസത്തെ പൂജയിൽ നിങ്ങളുടെ പേരുന്നാൾ ഉൾപ്പെടുത്തണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ അടുത്ത മാസത്തെ വീഡിയോയിലും നിങ്ങളുടെ പേരുന്നാളും ഒന്ന് ഉൾപ്പെടുത്തുന്നത് നല്ലതായിരിക്കും. അപ്പോൾ അങ്ങനെ ആഗ്രഹിക്കുന്ന വ്യക്തികൾ എല്ലാ വീഡിയോയിലും നിങ്ങളുടെ പേര് നക്ഷത്രം ഒന്ന് കമൻറ്റ് ചെയ്യൂ. തീർച്ചയായിട്ടും നമ്മൾ അങ്ങനെ സ്ഥിരം വരുന്ന പേരുകൾ നമുക്ക് പ്രത്യേകിച്ച് അറിയാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും വേണ്ടിയും പ്രാർത്ഥിക്കുകയും നിങ്ങളുടെ കാര്യങ്ങൾക്ക് ഒരു ചെറിയൊരു മാറ്റം ലഭിക്കുവാൻ സാധിക്കുകയും ചെയ്യും. ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യും. നമസ്കാരം. മാസഫലത്തിൽ കർക്കിടകം രാശിയിൽ ഉൾപ്പെട്ടു വരുന്ന പുണർതം, പൂയം, ആയില്യം ഈ നക്ഷത്രക്കാർക്ക് ഈ ഒരു മാസത്തിൽ നിങ്ങൾ മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം നേടിയെടുക്കുവാൻ സാധിക്കുന്ന ഒരു മാസം തന്നെയാണ്. ഒരുപാട് നേട്ടങ്ങൾ വന്നു ചേരുന്നു. കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നേട്ടങ്ങളും ഐശ്വര്യങ്ങളും ജീവിതത്തിൽ വന്നു ചേരുന്നു. വിജയങ്ങൾ കൈവരിക്കുവാൻ സാധിക്കുന്നു. ഒരുപാട് അവസരങ്ങൾ ലഭിക്കുന്നു. സാമ്പത്തിക പുരോഗതി ഉണ്ടാകുന്നു. നിങ്ങളുടെ യാത്രകൾ നിങ്ങൾക്ക് ഒരുപാട് നല്ല നല്ല അനുഭവങ്ങൾ ജീവിതത്തിൽ നൽകുന്നു. ഒരുപാട് യാത്ര ചെയ്യാനുള്ള യോഗം ഉണ്ടാകുന്നു. വിനോദയാത്ര, തീർത്ഥയാത്രയൊക്കെ നടത്തുവാനും അതിലൂടെ നേട്ടവും ഐശ്വര്യവും ഉണ്ടാകുവാനും സാധിക്കുന്നു. ജോലി സംബന്ധമായിട്ടോ ബിസിനസ് സംബന്ധമായിട്ടോ യാത്ര ചെയ്യുന്നവർക്കും അവരുടെ യാത്രയിലൂടെ വിജയം കൈവരിക്കുവാൻ സാധിക്കുന്നുണ്ട്. കൂടാതെ സാമൂഹ്യ രംഗത്ത്, അതായത് ജനങ്ങളെ സഹായിക്കുവാനും അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന വ്യക്തികൾക്ക് നേട്ടങ്ങളും വിജയങ്ങളും അംഗീകാരങ്ങളും ഐശ്വര്യവും വന്നു ചേരുന്ന മനോഹരമായ ഒരു മാസം തന്നെയാണ്. അപ്പോൾ നിങ്ങൾ എന്ത് കാര്യത്തിന് ഇറങ്ങിയാലും നിങ്ങൾക്ക് നേട്ടങ്ങൾ വന്നു ചേരുന്നത് കൊണ്ട് ആത്മാർത്ഥമായിട്ട് ആ കാര്യത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും വിജയങ്ങൾ കൈവരിക്കുകയും ചെയ്യുന്നത് നല്ലത് തന്നെയായിരിക്കും. നിങ്ങളുടെ മാതാവിൻ്റെ ആരോഗ്യ പ്രശ്നത്തിനൊരു മാറ്റമുണ്ടാകുന്നു. നിങ്ങളുടെ വീട്, വസ്തു ഈ കാര്യത്തിൽ നിങ്ങൾക്കൊരു നേട്ടമുണ്ടാകുന്നു. അത് വീട് വയ്ക്കുവാനും വസ്തു വാങ്ങുവാനും എല്ലാം സാധിക്കുന്ന സമയം തന്നെയാണ്. കുടുംബ പ്രശ്നങ്ങൾ മാറിക്കിട്ടുകയാണ് ചെയ്യുന്നത്. കാർഷിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നേട്ടം, അതായത് കാർഷിക രംഗത്ത് ബിസിനസ് ചെയ്യുന്നവർ, ജോലി ചെയ്യുന്നവർ ഇവർക്കെല്ലാവർക്കും നേട്ടം കൈവരിക്കുന്ന ഒരു മാസം തന്നെയാണ്. വീട്ട് സാധനങ്ങൾ പെട്ടെന്ന്, അതായത് നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള വീട്ടു സാധനങ്ങളുടെ കേടുപാടുകൾ സംഭവിക്കുകയും അതിനുവേണ്ടി പണം ചെലവാക്കാനും വേണ്ടി വരുന്നു. സുഹൃത്തുക്കളിൽ നിന്നും ഒരുപാട് സഹായം ലഭിക്കുന്ന ഒരു മാസം തന്നെയാണ്. ഉന്നതമായ വിദ്യാഭ്യാസവും ഉയർന്ന മാർക്കോടുകൂടിയുള്ള വിജയവും കൈവരിക്കുവാൻ സാധിക്കുന്ന ഒരു മാസം തന്നെയാണ്. അപ്പോൾ എക്സാമെല്ലാം വരുന്നുണ്ട്. ആത്മാർത്ഥമായി പഠിച്ചു കഴിഞ്ഞാൽ പ്രതീക്ഷിക്കുന്നതിനപ്പുറം വിജയം കൈവരിക്കുവാൻ സാധിക്കുക തന്നെ ചെയ്യും. സംസാരം ഒന്ന് നിയന്ത്രിക്കുക. സംസാരം, എടുത്തുചാട്ടം, മറ്റുള്ളവരടുത്ത് പെരുമാറുന്ന രീതി, ഇതിനൊക്കെ ഒന്ന് മാറ്റം വരുത്തിയാൽ വളരെ നല്ലത് തന്നെയായിരിക്കും. നിങ്ങൾക്ക് വീട്ടു സാധനങ്ങൾ വാങ്ങുവാനോ വീട് വാങ്ങുവാനോ വസ്തു വാങ്ങുവാനോ വാഹനം വാങ്ങുവാനോ എല്ലാം അനുയോജ്യമായ ഒരു സമയം തന്നെയാണ്. എന്നിരുന്നാലും ആരോഗ്യ പ്രശ്നങ്ങൾ വരാതെ സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും. ചെറിയ രീതിയിൽ ആരോഗ്യ പ്രശ്നമുള്ളവർക്ക് ആ തടസ്സങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതും ഒന്ന് മാറി വരാൻ സാധ്യതയുണ്ട്. നിങ്ങൾ ആത്മാർത്ഥമായിട്ട് തന്നെ ശ്രമിക്കുക, നല്ലതേ വരികയുള്ളൂ. വിവാഹ സംബന്ധമായിട്ടാണ് നല്ല തടസ്സം ഇവിടെ കാണുന്നത്. വിവാഹ സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ, കുടുംബജീവിതത്തിനുള്ളിൽ പ്രശ്നങ്ങൾ, അഭിപ്രായ വ്യത്യാസങ്ങൾ, പിരിഞ്ഞിരിക്കുന്നൊരവസ്ഥ, അകന്നിരിക്കുന്നൊരവസ്ഥ, വെറുതെ സന്തോഷകരമായി ജീവിച്ചുകൊണ്ടിരുന്ന കുടുംബത്തിനുള്ളിൽ മറ്റാരെങ്കിലും വന്ന് കയറുകയും അവിടെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുകയും പ്രശ്നത്തിന് കാരണമാകുകയും സന്തോഷകരമായ കുടുംബജീവിതം തകർന്നു പോകാനുള്ള സാധ്യത മറ്റുള്ള വ്യക്തികളിൽ നിന്നും കാണുന്നുണ്ട്. സൂക്ഷിക്കുക. നിങ്ങളുടെ കുടുംബജീവിതത്തിൽ മറ്റാരെയും ഉൾപ്പെടുത്താതിരിക്കുന്നത് നല്ലത് തന്നെയായിരിക്കും. നിങ്ങളുടെ കുടുംബജീവിതത്തിലെ രഹസ്യങ്ങളായി തന്നെ സൂക്ഷിക്കുക. ഇനി എന്തെല്ലാം പ്രശ്നങ്ങൾ വന്നാലും മൂന്നാമതൊരാൾ അറിയാത്ത രീതിയിൽ കാര്യങ്ങൾ സംസാരിച്ച് തീർക്കുന്നത് വളരെ നല്ലതായിരിക്കും. എല്ലാ വ്യക്തികളുടെയും ഒരു പ്രത്യേകതയാണ്, എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഉടനെ കുടുംബക്കാരെ അറിയിക്കുന്നു, ഫ്രണ്ട്സിനെ അറിയിക്കുന്നു. ആ നിസ്സാരമായ കാര്യം മറ്റുള്ളവരുടെ ഇടപെടൽ മൂലം അതിനെ പ്രശ്നത്തിലോട്ട് പോവുകയും അവിടെ വലിയൊരു വഴക്കിലോട്ട് പോകുവാനും സാധ്യതയുണ്ട്. അപ്പോൾ
ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം ബെഡ്റൂമിനകത്ത് വെച്ച് പരിഹരിക്കാവുന്നതാണ്. കാരണം പലരുടെയും പ്രശ്നം പുറത്തോട്ട് പോകുമ്പോഴാണ് അത് വിഷയമായി മാറുന്നത്. ക്ഷമയാണ് ഏറ്റവും വലിയ കാര്യം. ആര് ക്ഷമിക്കുന്നു അവിടെ സന്തോഷമുണ്ട്. സന്തോഷത്തോടൊരു ജീവിതം ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ ക്ഷമിച്ചാൽ മാത്രം മതി. ക്ഷമയോടുകൂടി ജീവിതം മുന്നോട്ട് പോയാൽ സന്തോഷകരമായി ജീവിക്കുവാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് കുടുംബജീവിതത്തിൽ വളരെയധികം ശ്രദ്ധാപൂർവം ഓരോ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക. അപ്പോൾ ലഹരി വസ്തുക്കളുടെ ഉപയോഗം പല കുടുംബങ്ങളുടെയും പ്രശ്നത്തിന് കാരണമായി തീരുകയാണ്. ലഹരി വസ്തുക്കളുടെ ഉപയോഗം പൂർണ്ണമായും നിർത്തുന്നത് നല്ലതായിരിക്കും. അങ്ങനെ ഒരു സാധ്യത ഈ ഒരു മാസം കൂടുതലായി കാണുന്നുണ്ട്. സൂക്ഷിക്കുക, ശ്രദ്ധിക്കുക. നല്ല രീതിയിൽ ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോയാൽ സന്തോഷകരമായൊരു ജീവിതം നയിക്കുവാൻ സാധിക്കും. സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകുമെന്നുണ്ടെങ്കിലും ചെറിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ മാസാവസാനമൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതും ഒന്ന് കരുതലോടുകൂടി മുന്നോട്ട് പോകുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഇങ്ങനെ പലതരം പ്രശ്നങ്ങൾ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നിങ്ങൾ കൃത്യമായിട്ടും അതിൻ്റെ പരിഹാരം ചെയ്യുക. ദേവിയെ പ്രാർത്ഥിക്കുക, ദേവിയുടെ നാമം ജപിക്കുക, ദേവി ക്ഷേത്ര ദർശനം നടത്തുക, ദേവിക്ക് നിങ്ങളുടെ പക്കന്നാൾ വരുമ്പോൾ കടുംബായുസ വഴിപാട് നടത്തുകയും അല്ലാതെ എല്ലാ ആഴ്ചകളിലും വെള്ളി ചൊവ്വ ദിവസങ്ങളിലൊക്കെ പുഷ്പാഞ്ജലിയൊക്കെ അർപ്പിച്ച് പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോയാൽ ചെറിയ രീതിയിലുള്ള മാറ്റം ഉണ്ടാകുകയും നേട്ടമുണ്ടാകുകയും ചെയ്യും. അതുപോലെ ഇത് വീണ്ടും നമ്മൾ ഈ പരിഹാരം ചെയ്തിട്ടും മാറുന്നില്ല എന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾ ജാതകം പരിശോധിക്കുക. ജാതകത്തിൽ ഇപ്പോഴത്തെ ദശാപഹാരം മനസ്സിലാക്കി അതിനുള്ള വഴിപാടോ അതിനുള്ള പരിഹാരവും കൂടി ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ആ പ്രശ്നത്തിനും ഒരു പരിഹാരം ഉണ്ടാകും. അപ്പോൾ ജാതകഫലം ഫോണിലൂടെ അറിയണം എന്നാഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രശ്നം എന്താണെന്നുള്ളത് നിങ്ങൾ വാട്സാപ്പ് വഴി കോൺടാക്റ്റ് ചെയ്യുക. വാട്സാപ്പിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ വാട്സാപ്പ് വഴി തന്നെ മറുപടി ലഭിക്കുന്നതായിരിക്കും. കൂടാതെ നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ പേര് നക്ഷത്രം ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എല്ലാ മാസവും നടക്കുന്ന പൂജയിൽ നിങ്ങളുടെ പേര് നക്ഷത്രം ഉൾപ്പെടുത്തി പൂജ നടത്തുകയും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്. കൃത്യമായിട്ട് പേര് നക്ഷത്രം നിങ്ങൾ രേഖപ്പെടുത്തി നിങ്ങളുടെ വിഷയം എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ നിങ്ങളൊന്ന് എഴുതി കഴിഞ്ഞാൽ നമ്മളത് മനസ്സിലാക്കുകയും പ്രാർത്ഥിക്കുകയും ചെറിയൊരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായി വരികയും ചെയ്യും. നമസ്കാരം. മാസഫലത്തിൽ ചിങ്ങൻ രാശിയിൽ ഉൾപ്പെട്ടു വരുന്ന മകം, പൂരം, ഉത്രം ഈ നക്ഷത്രക്കാർ നിങ്ങൾ സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ വളരെയധികം സൂക്ഷിക്കുക. നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ചില ശാരീരികപരമായ ബുദ്ധിമുട്ടുകൾ നേരിടാൻ സാധ്യത വളരെ കൂടുതലാണ്. എന്നാൽ സാമ്പത്തികപരമായിട്ടെല്ലാം നല്ല പുരോഗതി ഉണ്ടാകും. നേട്ടങ്ങളും വിജയങ്ങളും കൈവരിക്കുവാൻ സാധിക്കും. വിദ്യാഭ്യാസ മേഖലകളിൽ നിങ്ങൾക്ക് ഒരുപാട് ഉയർച്ച ഉണ്ടാകാനും ജോലിയിൽ ഉയർച്ച ഉണ്ടാകാനും സാധ്യതയുണ്ട്. പക്ഷേ ആരോഗ്യപരമായ കാര്യത്തിൽ ഒരു വീഴ്ചയാണ് കാണുന്നത്. നമ്മുടെ എല്ലാവർക്കും, എല്ലാ വ്യക്തികൾക്കും ഏറ്റവും പ്രധാനം ആരോഗ്യം തന്നെയാണ്. ഇനി എന്തൊക്കെയുണ്ട്, എത്ര സൗഭാഗ്യമുണ്ട് എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. ആരോഗ്യം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ആ വ്യക്തിയെ കൊണ്ട് പിന്നെ ഒന്നിനും സാധിക്കുകയില്ല. അതുകൊണ്ട് കൃത്യമായിട്ട് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നമുള്ള വ്യക്തികളാണ് ഈ നക്ഷത്രത്തിൽപ്പെട്ട വ്യക്തികളെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് അത് പരിശോധിക്കുക, ചെക്കപ്പ് ചെയ്യുക, ട്രീറ്റ്മെൻറ്റ് ചെയ്യുക, മെഡിസിൻ എല്ലാം കണ്ടിന്യൂ ചെയ്യുക. കൂടാതെ വാഹനം ഓടിക്കുമ്പോഴോ മറ്റ് കാര്യങ്ങളിലൊക്കെ ഇറങ്ങുമ്പോൾ, അതായത് പാചകമോ മറ്റെന്തെങ്കിലും വിഷയത്തിലൊക്കെ ഇറങ്ങുമ്പോൾ സൂക്ഷിക്കുക. ആരോഗ്യപരമായ ചെറിയ ബുദ്ധിമുട്ടുകൾ വരാൻ സാധ്യതയുണ്ട്. രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിക്കുന്ന വ്യക്തികൾക്ക്, അതെല്ലാവർക്കും സ്ത്രീയായാലും ശരി പുരുഷനായാലും ശരി നേട്ടങ്ങൾ വരുന്ന ഒരു സമയം തന്നെയാണ്. തടസ്സങ്ങൾ മാറിക്കിട്ടുന്നു, സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകുന്നു, ലോണുകൾക്ക് എന്തെങ്കിലും തടസ്സം ഉണ്ടെങ്കിൽ അതെല്ലാം മാറിക്കിട്ടുന്നു. അങ്ങനെ ഒരുപാട് നേട്ടങ്ങൾ കൈവരിക്കുവാൻ സാധിക്കുന്ന മനോഹരമായ ഒരു മാസം തന്നെയാണ്. നിങ്ങൾക്ക് ഉയർച്ചയിലെത്താം, നേട്ടങ്ങൾ ഉണ്ടാക്കാം, സന്തോഷകരമായ ജീവിതം നയിക്കുവാനും സാധിക്കും. സന്താനത്തെ കൊണ്ട്, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കൊണ്ട് നേട്ടങ്ങളും ഐശ്വര്യങ്ങളും വന്നു ചേരും. നിങ്ങളുടെ കുടുംബ സ്വത്തിൽ നിന്നുള്ള ആദായം ലഭിക്കുകയോ അല്ലെങ്കിൽ സ്വത്ത് ലഭിക്കുവാനോ സാധ്യതയുണ്ട്. മനസ്സിൽ സന്തോഷവും ധൈര്യവും നേട്ടവും എല്ലാം ഉണ്ടാകുന്ന സമയം തന്നെയാണ്. വാശിയെല്ലാം ഉപേക്ഷിച്ച് സ്നേഹത്തോടു കൂടി മുന്നോട്ട് പോയാൽ നല്ല രീതിയിൽ ജീവിതം നമുക്ക് പടുത്തുയർത്തുവാൻ സാധിക്കും. ഏറ്റെടുത്ത കാര്യങ്ങൾ കൃത്യമായി ചെയ്തു തീർക്കുവാൻ കഴിയുന്ന ഒരു മാസം തന്നെയാണ്. സൗഹൃദം കൊണ്ട് നേട്ടങ്ങൾ കൈവരിക്കുവാൻ സാധിക്കും. എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ സുഹൃത്തുക്കൾ സഹായിക്കുകയും മുന്നോട്ട് പോകാൻ സാധിക്കുകയും ചെയ്യും. കാര്യതടസ്സങ്ങൾ വന്നു ചേരുമെന്നുണ്ടെങ്കിലും വിദ്യാഭ്യാസപരമായി ചെറിയ തടസ്സം കാണുന്നുണ്ട്. മടിയും അലസതയും എല്ലാം മാറ്റിവെച്ച് ആത്മാർത്ഥമായി നിങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞാൽ നേട്ടമുണ്ടാകുക തന്നെ ചെയ്യും. മുൻകോപവും ദേഷ്യവും എടുത്തുചാട്ടവും സംസാരവും എല്ലാം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും. വീട്, വസ്തു, വാഹനം ഇവ മൂലം നിങ്ങൾക്ക് ധനനഷ്ടം വരാൻ സാധ്യതയുണ്ട്. സൂക്ഷിക്കുക, ശ്രദ്ധിക്കുക.
വാഹന അപകടം പോലുള്ള കാര്യങ്ങൾക്കും ചെറിയ സാധ്യതയെല്ലാം കാണുന്നുണ്ട്. ലഹരി വസ്തുക്കളുടെ ഉപയോഗം പൂർണ്ണമായും കുറയ്ക്കുക, ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് വാഹനം ഓടിക്കാതിരിക്കുകയെല്ലാം ചെയ്യുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും. ചെറിയ രോഗാവസ്ഥയും ആരോഗ്യ പ്രശ്നങ്ങളും കാണുന്നു എന്നുണ്ടെങ്കിലും വിവാഹ തടസ്സങ്ങൾ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. അത് മാറണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ച് കുടുംബദേവതയൊക്കെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുന്നത് നല്ലത് തന്നെയായിരിക്കും. കാരണം നല്ല രീതിയിൽ വിവാഹ തടസ്സങ്ങൾ കാണുന്നുണ്ട്. എൻഗേജ്മെൻറ്റ് വരെ ആയതിനു ശേഷം മുടങ്ങുന്ന ഒരവസ്ഥ കാണുന്നുണ്ട്. കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങൾ, അഭിപ്രായ വ്യത്യാസങ്ങൾ, പിരിയുക, അകലുക, എന്നും സന്തോഷമില്ലാത്ത രീതിയിലുള്ള ജീവിതം, ഇങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. സൂക്ഷിക്കുക. സാമ്പത്തിക ഇടപാടുകൾ മൂലം നിങ്ങൾക്ക് നഷ്ടങ്ങളെ വരുവാൻ സാധ്യതയുള്ളൂ. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും പരിചയപ്പെടുത്തി കൊടുക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾ വാങ്ങിച്ച് മറ്റുള്ള കൊടുക്കുകയോ അല്ലെങ്കിൽ ജാമ്യം നിൽക്കുകയോ അല്ലെങ്കിൽ ലോൺ അടയ്ക്കുകയോ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ പേരിൽ ലോൺ എടുത്ത് കൊടുക്കുന്ന ഒരവസ്ഥയെ കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നഷ്ടം വരും, പ്രശ്നങ്ങൾ വരും, തടസ്സം വരും, ഒരുപാട് പ്രശ്നങ്ങൾ ജീവിതത്തിൽ വരാൻ സാധ്യത വളരെ കൂടുതലായി കാണുന്നുണ്ട്. ഈ സഹായം നിങ്ങൾക്ക് അവസാനം നിങ്ങളുടെ കയ്യിൽ നിന്ന് സാമ്പത്തികം ചിലവാക്കേണ്ട അവസ്ഥയാണ് കാണുന്നത്. സൂക്ഷിക്കുക, ശ്രദ്ധിക്കുക, വളരെ ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോവുക. ഈ ഒരു സമയത്ത് നിങ്ങൾ ശ്രീകൃഷ്ണ സ്വാമിയെ പ്രാർത്ഥിക്കുകയും ഭഗവാന്റെ നാമം ജപിക്കുകയും ഭഗവാന്റെ ക്ഷേത്രദർശനം നടത്തുകയും പക്കനാൾ വരുമ്പോൾ ഭഗവാന് പാൽപ്പായസ വഴിപാട് നടത്തുകയും അതുപോലെ എല്ലാ ആഴ്ചയിലും വ്യാഴം, ബുധൻ എന്നീ ദിവസങ്ങളിലൊക്കെ ക്ഷേത്രദർശനം നടത്തി ഭഗവാന് ഭാഗ്യസുത്ത പുഷ്പാഞ്ജലി അർപ്പിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തടസ്സങ്ങൾ മാറുകയും നേട്ടങ്ങൾ കൈവരിക്കുവാൻ സാധിക്കുകയും ചെയ്യും. അപ്പോൾ നമ്മളിങ്ങനെയൊക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് തടസ്സങ്ങൾ മാറുന്നില്ല, നേട്ടങ്ങൾ കൈവരിക്കുവാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് നിങ്ങളുടെ ജാതകം ഒന്ന് പരിശോധിക്കുക. ജാതകം പരിശോധിച്ച് ഇപ്പോഴത്തെ സമയം മനസ്സിലാക്കി അതിൻ്റെ പരിഹാരം കൂടി ചെയ്യുന്നത് നല്ലതായിരിക്കും. ജാതകഫലം ഫോണിലൂടെ അറിയുന്നതിന് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്താൽ മാത്രം മതി. വാട്സാപ്പിലൂടെ തന്നെ മറുപടി ലഭിക്കുന്നതായിരിക്കും. നിങ്ങളുടെ പേരും നക്ഷത്രവും നിങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ടുകളും എന്താണെന്ന് നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തൂ. അങ്ങനെ രേഖപ്പെടുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉള്ള പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കുകയും ക്ഷേത്രത്തിൽ നടക്കുന്ന മാസപൂജയിൽ നിങ്ങളുടെ പേരുന്നാൾ ഉൾപ്പെടുത്തുകയും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യും. നിങ്ങൾക്കൊരു മാറ്റം ജീവിതത്തിൽ വരിക തന്നെ ചെയ്യും. അതുകൊണ്ട് കൃത്യമായിട്ട് അതൊന്ന് രേഖപ്പെടുത്തുന്നത് നല്ലതായിരിക്കും. ഈ മാസത്തെ പൂജയിലാണ് ഉൾപ്പെടുത്തുന്നത്. എല്ലാ മാസവും നിങ്ങൾക്ക് പൂജ നടത്തണമെന്നുണ്ടെങ്കിൽ അടുത്ത് വരുന്ന വീഡിയോയിലും പേര് നക്ഷത്രവും കമൻറ്റ് ചെയ്യുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും. അതുപോലെ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. നമസ്കാരം. മാസഫലത്തിൽ കന്നിരാശിയിൽ ഉൾപ്പെട്ടു വരുന്ന ഉത്രം, അത്തം, ചിത്തിര എന്നീ നക്ഷത്രക്കാർക്ക് ഈ ഒരു മാസത്തിൽ പുതിയ വരുമാന സ്രോതസ്സുകൾ കണ്ടെത്തുവാൻ സാധിക്കും. കൂടാതെ ഏറ്റെടുത്ത കാര്യങ്ങൾ പൂർത്തിയാക്കുവാൻ നിങ്ങളുടെ സന്താനങ്ങളുടെ സഹായം വേണ്ടിവരും. അവരുടെ സഹായത്തോടുകൂടി ധനലാഭവും ധനനേട്ടവും ഉയർച്ചയും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സമാധാനവും എല്ലാം കൈവരിക്കുവാൻ സാധിക്കുന്ന സമയം തന്നെയാണ്. ജോലിയിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയായാലും ശരി, ബിസിനസ്സായാലും ശരി, അതിൽ പുതിയ പുതിയ വെല്ലുവിളികൾ നിങ്ങൾ നേരിടേണ്ടി വരും. എന്നാൽ അതിനെ അതിജീവിക്കും. ഉറപ്പായിട്ടും മുകളിലേക്ക് എത്തുക തന്നെ ചെയ്യും. നേട്ടങ്ങളും ലാഭങ്ങളും കൈവരിക്കുവാൻ സാധിക്കുന്ന ഒരു മാസം തന്നെയാണ്. പുതിയ സാമ്പത്തിക മേഖലകൾ, സാമ്പത്തിക പുരോഗതി ഉണ്ടാകുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് വരുമാനം കണ്ടെത്തുവാൻ സാധിക്കുന്ന രീതിയിലുള്ള മേഖലകൾ കണ്ടെത്തുകയും അതിലൂടെ വരുമാനം കണ്ടെത്തുവാനും സന്തോഷത്തോടുകൂടി ജീവിതം മുന്നോട്ട് നയിക്കുവാനും സാധിക്കുന്ന ഒരു മാസം തന്നെയാണ്. മാതാവിന് വേണ്ടിയും അല്ലെങ്കിൽ മാതാവിൻ്റെ ആരോഗ്യ പ്രശ്നത്തിന് വേണ്ടിയൊക്കെ ധനം ചിലവാക്കേണ്ടി വരും. വീട്, വസ്തു ഇവയിൽ നിന്ന് നേട്ടങ്ങളുണ്ടാകുന്നു. കുടുംബ പ്രശ്നങ്ങൾ മാറിക്കിട്ടുന്നു. കൃഷിഭൂമിയിൽ നിന്നുള്ള ലാഭം നിങ്ങൾക്ക് കൈവരിക്കുവാൻ സാധിക്കുന്നു. കൂടാതെ വസ്തു വാങ്ങുവാനും വീട് വാങ്ങുവാനും എല്ലാം സാധിക്കുന്ന മനോഹരമായ ഒരു മാസം തന്നെയാണ്. സുഹൃത്തുക്കളിൽ നിന്നുള്ള സഹായം നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു പുരോഗതിയിലേക്ക് വന്നു ചേരുകയാണ് ചെയ്യുന്നത്. നിങ്ങളുടെ സംസാരം മൂലം പല കാര്യങ്ങളും നിങ്ങൾക്ക് ഒതുക്കി തീർക്കുവാൻ സാധിക്കും. ഉന്നത വിദ്യാഭ്യാസവും അല്ലെങ്കിൽ വിദ്യാഭ്യാസപരമായിട്ടുള്ള നേട്ടത്തിനും സാധ്യത വളരെ കൂടുതലായി കാണുന്നുണ്ട്. മാത്രമല്ല നിങ്ങൾക്ക് സാമ്പത്തികപരമായ ഉയർച്ചയും നേട്ടവും ഉണ്ടാകും എന്നുണ്ടെങ്കിലും വിലപ്പെട്ട രേഖകളും അതുമാത്രമല്ല സാമ്പത്തികവും കളഞ്ഞു പോകുവാനോ മോഷണം പോകുവാനോ സാധ്യതയുണ്ട്. സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ആ രീതിയിൽ ഒരു ചെറിയൊരു സാമ്പത്തിക നഷ്ടം വരുന്നുണ്ട്. നിങ്ങളുടെ കൂടെ നിൽക്കുന്ന വ്യക്തി തന്നെയാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രു. അത് മനസ്സിലാക്കുക. അത് മനസ്സിലാക്കിയ ആ വ്യക്തിയുമായി പെരുമാറുക, സംസാരിക്കുക, ഓരോ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നത് നല്ലതായിരിക്കും. നിങ്ങളുടെ ശത്രു മറ്റാരുമല്ല, കൂടെ നടക്കുന്ന വ്യക്തി തന്നെയാണ്. കാര്യതടസ്സങ്ങൾ വരുമെന്നുണ്ടെങ്കിലും അതിനെ അതിജീവിച്ച് മനസ്സന്തോഷം ലഭിക്കുവാൻ സാധിക്കും.
ചെറിയ രോഗസാധ്യതകൾ കാണുന്നുണ്ട്, സൂക്ഷിക്കുക. അലർജി പോലുള്ള ത്വക്ക് രോഗങ്ങൾക്ക് സാധ്യത വളരെ കൂടുതലായി കാണുന്ന ഒരു മാസം തന്നെയാണ്. സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും. ജോലിയിലും ബിസിനസ്സിലും പുരോഗതിയും സാമ്പത്തിക നേട്ടമുണ്ട് എന്നുണ്ടെങ്കിലും ചിലവുകൾ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറമാണ്. നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ചിലവുകൾ ജീവിതത്തിൽ വരികയും നഷ്ടത്തിൽ പോകുന്ന കാര്യങ്ങൾ നമുക്ക് അതിൽ നിന്ന് വലിയൊരു ലാഭം കൈവരിക്കുവാൻ സാധിച്ചില്ല എങ്കിലും പുരോഗതിയിലേക്ക് കൊണ്ടുപോകുവാൻ സാധിക്കും. ഇത്രയും സന്തോഷവും സമാധാനപരമായിട്ടുള്ള ജീവിതം നയിച്ച് സാമ്പത്തിക അഭിവൃദ്ധിയെല്ലാം നേടി മുന്നോട്ട് പോയാലും കുടുംബജീവിതത്തിൽ പരാജയങ്ങളാണ് കാണുന്നത്. എവിടെയൊക്കെ വിജയിച്ചാലും കുടുംബത്തിനുള്ളിൽ സമാധാനവും സന്തോഷവും സ്നേഹവും ലഭിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ സമ്പാദിക്കുന്നത് കൊണ്ടൊരു അർത്ഥമില്ലാതായി മാറിപ്പോകുന്നു. അതുകൊണ്ട് കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് വളരെ നല്ലതായിരിക്കും. ലഹരി വസ്തുക്കളുടെ ഉപയോഗം പൂർണ്ണമായും നിർത്തിയാലേ കുടുംബജീവിതം സന്തോഷകരമായി മുന്നോട്ട് പോകുവാൻ സാധിക്കുകയുള്ളൂ. വിട്ടുവീഴ്ചകൾ അതുപോലെ തന്നെയാണ് നിങ്ങളുടെ പ്രശ്നങ്ങളെ ബുദ്ധിപരമായ രീതിയിൽ അത് എടുത്തുചാട്ടമില്ലാതെ ഓരോ കാര്യവും വളരെ ശ്രദ്ധാപൂർവം സ്നേഹത്തോടു കൂടി പറഞ്ഞ് മനസ്സിലാക്കി ക്ഷമിച്ച് പോവുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലതായിരിക്കും. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്ര തന്നെ സമ്പാദിച്ചാലും എത്ര തന്നെ അംഗീകാരവും ബഹുമാനം ലഭിച്ചാലും ജീവിതത്തിലൊരു പൂർണ്ണതയില്ലാത്തൊരവസ്ഥയായിരിക്കും ഉണ്ടാകുന്നത്. അവയെല്ലാം ഒന്ന് സൂക്ഷിക്കുന്നതും ശ്രദ്ധിക്കുന്നതും വളരെ നല്ലത് തന്നെയായിരിക്കും. വിദ്യാർത്ഥികൾക്ക് നേട്ടം കൈവരിക്കുവാൻ സാധിക്കുന്നു. ഇതേപോലുള്ള എക്സാമെല്ലാം വരികയാണ്. അപ്പോൾ വളരെ ശ്രദ്ധാപൂർവം പഠിച്ച് മുന്നേറുന്നത് വളരെ നല്ലതായിരിക്കും. അപ്പോൾ കൃത്യമായിട്ടുള്ള ജീവിത വിജയത്തിന് വേണ്ടി മുരുക സ്വാമി ക്ഷേത്രം, അതായത് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്ര ദർശനം നടത്തുകയും സ്വാമിയെ പ്രാർത്ഥിക്കുകയും ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ക്ഷേത്ര ദർശനം നടത്തി നമ്മൾ കഴിയുന്ന പുഷ്പാഞ്ജലി വഴിപാടൊക്കെ നടത്തി മുന്നോട്ട് പോകുന്നത് നല്ലത് തന്നെയായിരിക്കും. നിങ്ങളുടെ തടസ്സങ്ങൾ മാറുകയും നേട്ടങ്ങൾ ഉണ്ടാകുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും നിങ്ങൾക്ക് തടസ്സങ്ങൾ വരുന്നു എന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് നിങ്ങളുടെ ജാതകം കൂടി ഒന്ന് പരിശോധിക്കുക. കാരണം ജാതകത്തിൽ ഇപ്പോൾ സമയം മോശമാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെ സൗഭാഗ്യങ്ങളുണ്ടെങ്കിലും നമുക്ക് ലഭിക്കുകയില്ല. ജാതകം ഒന്ന് പരിശോധിച്ച് ഇപ്പോഴത്തെ നിങ്ങളുടെ ദക്ഷിണാപഹാരം എല്ലാം മനസ്സിലാക്കി അതിൻ്റെ പരിഹാരം കൂടി ചെയ്തു പോയാൽ വളരെ നല്ലതായിരിക്കും. ജാതകഫലം ഫോണിലൂടെ അറിയണം എന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മാത്രം മതി. കൂടാതെ നിങ്ങളുടെ പേരും നക്ഷത്രവും ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. നിങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ക്ഷേത്രത്തിൽ എല്ലാ മാസവും നടക്കാറുള്ള പൂജയിൽ നിങ്ങളുടെ പേരും നാളും ഉൾപ്പെടുത്തുന്നു. ചെറിയൊരു മാറ്റമെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ നേടിയെടുക്കുവാൻ സാധിക്കുന്നതായിരിക്കും. കൃത്യമായിട്ട് രേഖപ്പെടുത്തുന്നത് നല്ലതായിരിക്കും. അതുപോലെ തന്നെയാണ് നിങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ട് വന്നാലും ഈ ഒരു വീഡിയോയിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഇത് ഒരു മാസത്തെ പൂജയിലാണ്, ഈ ഒരു മാസത്തെ പൂജയിലാണ് ഉൾപ്പെടുത്തുന്നത്. അടുത്ത മാസത്തെ പൂജയിൽ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ ഞാൻ വരുന്ന വീഡിയോയിലും കൂടി കമൻറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. കൂടാതെ ഈ ചാനൽ ഇതുവരെ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. നമസ്കാരം. മാസഫലത്തിൽ തുലാം രാശിയിൽ ഉൾപ്പെട്ടു വരുന്ന ചിത്തിര, ചോതി, വിശാഖം ഈ നക്ഷത്രക്കാർക്ക് ഈ ഒരു മാസത്തിൽ വീട് മാറുവാനുള്ള സാധ്യത വളരെ കൂടുതലായി കാണുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ താമസിക്കുന്ന വീട്ടിൽ നിന്ന് മറ്റൊരു വീട്ടിലോട്ട് മാറുകയോ അല്ലെങ്കിൽ പുതിയ വീട്ടിലൂടെ താമസം മാറുവാനോ അല്ലെങ്കിൽ സ്ഥലം മാറുവാനുള്ള സാധ്യത വളരെ കൂടുതലായി കാണുന്നുണ്ട്. വിദ്യാർത്ഥികൾക്ക് നല്ല രീതിയിലുള്ള മടി, അലസത എന്നിവ വന്നു ചേർന്നുകൊണ്ടിരിക്കുകയാണ്. സൂക്ഷിക്കുക, ശ്രദ്ധിക്കുക. വളരെ ശ്രദ്ധാപൂർവം മുന്നോട്ട് പോയില്ല എന്നുണ്ടെങ്കിൽ പരീക്ഷയിൽ പ്രതീക്ഷിക്കുന്ന മാർക്ക് ലഭിക്കുവാൻ സാധിക്കുകയില്ല. കൃത്യമായി പഠിച്ച് മുന്നേറുവാൻ വേണ്ടി പറയുക. അലസതയും മടിയും എല്ലാം മാറ്റിവെച്ച് മുന്നേറിയാൽ മാത്രമേ ജീവിതത്തിൽ വിജയം കൈവരിക്കുവാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ കൃത്യമായി പഠിച്ച് മുന്നേറിയാൽ മാത്രമേ നമുക്ക് നല്ല ഒരു സ്ഥലത്തൊക്കെ അഡ്മിഷനൊക്കെ ലഭിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കുകയുള്ളൂ. ആത്മാർത്ഥമായിട്ട് പഠിക്കുവാൻ പറയുക. നിലനിൽപ്പിന് അനുയോജ്യമായ രീതിയിലുള്ള ജോലിയെല്ലാം ലഭിക്കുന്ന ഒരു മാസം തന്നെയാണ്. സുഹൃത്തുക്കളും ബന്ധുക്കളും മുഖാന്തരം ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അവരെ അമിതമായ രീതിയിൽ വിശ്വസിക്കാതിരിക്കുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും. ആത്മാർത്ഥമായി നമ്മൾ വിശ്വസിച്ച് ചെയ്യുന്ന പല കാര്യങ്ങളും പ്രശ്നങ്ങൾക്കും അബദ്ധങ്ങൾക്കും സാധ്യത വളരെ കൂടുതലായി കാണുന്നുണ്ട്. സൂക്ഷിക്കുക, ശ്രദ്ധിക്കുക. വളരെ ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോകുന്നത് നല്ലതായിരിക്കും. പ്രണയ വിജയങ്ങൾ കൈവരിക്കുവാൻ സാധിക്കും. നിങ്ങളുടെ പ്രണയം വിജയത്തിലെത്തുവാനും സന്തോഷകരമായി ജീവിക്കുവാനും സാധിക്കും. ദമ്പതികൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ മാറുന്നു. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ സന്തോഷവും സമാധാനവും ഐശ്വര്യമായിട്ട് മുന്നോട്ട് പോകുന്നു. എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്ന വ്യക്തികളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങളെല്ലാം മാറുകയും സന്തോഷത്തോടു കൂടി ജീവിതം നയിക്കുവാൻ സാധിക്കുകയും ചെയ്യുന്ന മനോഹരമായ ഒരു മാസം തന്നെയാണ്. കുടുംബജീവിതത്തിൽ സന്തോഷമുണ്ടാകുന്നു. നല്ലൊരു ദാമ്പത്യ ജീവിതം ലഭിക്കുന്നു. സന്താന അഭിവൃദ്ധിക്കുള്ള സമയം, അല്ലെങ്കിൽ സന്താനമില്ലാതിരുന്നവർക്ക് അത് ലഭിക്കുവാനുള്ള സാധ്യതയെല്ലാം ഉണ്ടാകുന്നു. കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഐശ്വര്യവും ധനപരമായ നേട്ടങ്ങളും വന്നു ചേരുന്നു.
ആഭരണം, വസ്ത്രം എന്നിവ വാങ്ങുവാനുള്ള സാധ്യത കാണുന്നുണ്ട്. സംഗീത രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്കോ അല്ലെന്നുണ്ടെങ്കിൽ അത് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്കോ അത് മുഖാന്തരം ജോലി ചെയ്യുന്നവർക്കോ നേട്ടങ്ങൾ ഉണ്ടാകുന്നു. അതുപോലെ തന്നെ നൃത്തം, കലാരംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്കും നേട്ടങ്ങളും അതിന് മുഖാന്തരം ധനലാഭങ്ങളും വരുമാനമൊക്കെ വന്നു ചേരുന്ന മനോഹരമായ ഒരു മാസം തന്നെയാണ്. സന്തോഷകരമായി നിങ്ങളുടെ ഈ ഒരു പ്രശ്നങ്ങൾക്കെല്ലാം ഒരു മാറ്റം വന്ന് മുന്നോട്ട് പോകുന്നതിന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നത് നല്ലതായിരിക്കും. കാര്യതടസ്സങ്ങൾ ചെറുതായി വന്നു പോകുമെന്നുണ്ടെങ്കിലും വിജയം കൈവരിക്കുവാൻ സാധിക്കുക തന്നെ ചെയ്യും. സംസാരം, എടുത്തുചാട്ടം നിയന്ത്രിക്കുക. ലഹരി വസ്തുക്കളുടെ ഉപയോഗം പൂർണ്ണമായും നിർത്തുന്നത് നല്ലതായിരിക്കും. കാരണം ഇനിയും കുടുംബജീവിതത്തിൽ ഒരു പ്രശ്നത്തിലോട്ട് പോകാതിരിക്കുന്നത് നല്ലതായിരിക്കും. സന്തോഷകരമായി ജീവിക്കുക, അതുതന്നെയാണ് ഏറ്റവും വലിയൊരു കാര്യമെന്ന് പറയുന്നത്. ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നുണ്ടെങ്കിലും നിങ്ങളുടെ സാമ്പത്തികപരമായിട്ടുള്ള അഭിവൃദ്ധിക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കും. ജോലിയിൽ ചെറിയ പ്രശ്നങ്ങൾ വരുമെന്നുണ്ടെങ്കിലും അതിനെ അതിജീവിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കും. അപ്പോൾ ഈയൊരു സമയത്ത് ജോലിയിലോ ബിസിനസ്സിലോ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുന്നു എന്നുണ്ടെങ്കിൽ ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുക, ഹനുമാൻ സ്വാമിയുടെ നാമം ജപിക്കുക, ക്ഷേത്ര ദർശനം നടത്തുക, ഭഗവാനെ മാസം തോറും ഒരു വഴിപാടുകളോ അല്ലെങ്കിൽ നിങ്ങളാൽ കഴിയുന്ന രീതിയിലുള്ള പൂജാതി കർമ്മങ്ങൾ ചെയ്യുകയോ ചെയ്യുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും. കൃത്യമായി പരിഹാരങ്ങളെല്ലാം ചെയ്ത് മുന്നോട്ട് പോയാൽ നല്ല രീതിയിലുള്ള ഒരു ധനലാഭവും നേട്ടവും അംഗീകാരവും വന്നു ചേരും. അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ ജാതകമൊന്ന് പരിശോധിക്കുക. ജാതകത്തിൽ ഇപ്പോഴത്തെ ദശാവതാരം മനസ്സിലാക്കി അതിൻ്റെ പരിഹാരം കൂടി ചെയ്താൽ വളരെ നല്ലത് തന്നെയായിരിക്കും. അപ്പോൾ ജാതകഫലം ഫോണിലൂടെ അറിയണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്താൽ മാത്രം മതി. നിങ്ങളുടെ പേരും നക്ഷത്രവും നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളും എന്താണെന്ന് കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് പരിശോധിച്ച് എല്ലാ മാസവും നടക്കാറുള്ള പൂജയിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും ഉൾപ്പെടുത്തി പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഈ ഒരു മാസത്തിലാണ് ഈ ഒരു പൂജയിൽ നിങ്ങളുടെ പേരും ഉൾപ്പെടുത്തുന്നത്. എല്ലാ മാസവും നടത്തണമെന്നുണ്ടെങ്കിൽ അടുത്ത മാസത്തെ വീഡിയോയിലും കമൻറ്റ് ചെയ്യുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും. അപ്പോൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം. മാസഫലത്തിൽ വൃശ്ചികൻ രാശിയിൽ ഉൾപ്പെട്ടു വരുന്ന വിശാഖം, അനിഴം, തൃക്കേട്ട ഈ നക്ഷത്രക്കാർക്ക് ഈ ഒരു മാസത്തിൽ നിങ്ങൾ വൈദ്യശാസ്ത്ര രംഗത്ത് പ്രവർത്തിക്കുന്ന വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേട്ടങ്ങളും അംഗീകാരങ്ങളും ലഭിക്കുന്നു. കുടുംബജീവിതത്തിൽ ചെറിയ തടസ്സങ്ങൾ ഉണ്ടാകാൻ സാധ്യത വളരെ കൂടുതലുണ്ട്. വസ്തു, വീട് എന്നീ കാര്യത്തിൽ നേട്ടങ്ങളും ഐശ്വര്യങ്ങളും ഭാഗ്യങ്ങളും വന്നു ചേരുകയാണ്. അപ്പോൾ വീട് വാങ്ങുവാനും വസ്തു വാങ്ങുവാനും എല്ലാം സാധിക്കുന്ന മനോഹരമായൊരു സമയം തന്നെയാണ്. അതിലൂടെ നിങ്ങൾക്ക് ധനപരമായ ലാഭം ഉണ്ടാകുന്നു. അപ്പോൾ നിങ്ങൾ വിൽക്കുവാനാണ് ആഗ്രഹിക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിലും നേട്ടങ്ങളും ഐശ്വര്യങ്ങളും ലാഭങ്ങളും ഉണ്ടാകുന്ന ഒരു സമയം തന്നെയാണ്. ബുദ്ധി സാമർഥ്യം കൊണ്ട് പല അപകടങ്ങളിൽ നിന്നും നിങ്ങൾ വളരെ എളുപ്പത്തിൽ രക്ഷപ്പെടുകയും സാമ്പത്തികപരമായ അഭിവൃദ്ധി ഉണ്ടാകുകയും ധനപരമായ നേട്ടങ്ങൾ കൈവരിക്കുവാൻ സാധിക്കുകയും ചെയ്യുന്നുണ്ട്. കൂടാതെ നിങ്ങൾ എന്ത് കാര്യത്തിനിറങ്ങിയാലും അതിൽ നേട്ടങ്ങളും അംഗീകാരങ്ങളും നിങ്ങളെ തേടി വരാൻ സാധ്യത കൂടുതലായി കാണുന്നുണ്ട്. ചില ആരോഗ്യ പ്രശ്നങ്ങൾ വരുന്നു എന്നുണ്ടെങ്കിൽ പോലും സൂക്ഷിക്കുക. ആരോഗ്യ പ്രശ്നം മാത്രമല്ല, ചെറിയ രീതിയിലുള്ള ആക്സിഡൻറ്റ് പോലുള്ള കാര്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. മുറിവുകൾ, ചതവുകൾ ഇവയെല്ലാം ജീവിതത്തിൽ വരാൻ സാധ്യതയുള്ളതിനാൽ സൂക്ഷിക്കുക, ശ്രദ്ധിക്കുക. വളരെ ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോവുക. സർവ്വ വസ്തുക്കളിലും നമ്മൾ ഇറങ്ങുന്ന എല്ലാ കാര്യത്തിലും തടസ്സങ്ങളും നഷ്ടങ്ങളും പരാജയങ്ങളുമാണ് കാണുന്നത്. വളരെ സൂക്ഷിച്ച് ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോകുന്നത് നല്ലതായിരിക്കും. ആപത്ത്, അപകീർത്തി ഇതെല്ലാം നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നുണ്ട്. എപ്പോഴും ഒരു പേടി തന്നെയായിരിക്കും. മരണഭയം പോലുള്ള പേടിയായിരിക്കും ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ധൈര്യമായിട്ട് മുന്നോട്ട് പോകുക, ഒരു പ്രശ്നവും ഉണ്ടാകുകയില്ല. നിസ്സാര കാര്യങ്ങൾക്ക് ചില സ്ത്രീജനങ്ങളുടെയും അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഇതിൽ കുഞ്ഞുങ്ങളുടെയും പുരുഷന്മാരുടെയും ഇടയിലൊക്കെ കാണുന്നൊരു കാര്യം തന്നെയാണ്. ജീവിതത്തിലൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അതിനെ അതിജീവിച്ച് മുന്നോട്ട് പോകാതെ ആത്മഹത്യ ടെൻഡൻസിയൊക്കെ വന്നു ചേരുന്ന ഒരു സമയമാണ്. സൂക്ഷിക്കുക. അതിലൊന്നും ഒരു കാര്യമില്ല. നിസ്സാരമായ കാര്യങ്ങളായിരിക്കും അത് ജീവിതത്തിൽ നമുക്ക് വിജയം കൈവരിക്കുവാൻ സാധിക്കുക തന്നെ ചെയ്യും. അല്ല എന്നുണ്ടെങ്കിൽ ലഹരി വസ്തുക്കളുടെ ഉപയോഗം അമിതമായി കൂടുകയും ലഹരിക്ക് അടിമയായി മാറുകയും ജീവിതം തന്നെ അത് തകർന്നു പോകുന്നൊരവസ്ഥയാണ് കാണുന്നത്. അപ്പോൾ ഇതെല്ലാം ഈ സമയദോഷം കൊണ്ട് നമുക്ക് വന്നു ചേരുന്നതാണ്. കാര്യതടസ്സങ്ങൾ, വിദ്യാർത്ഥികൾക്കാണെങ്കിൽ പഠിക്കുവാൻ സാധിക്കാത്ത രീതിയിലുള്ള പ്രശ്നങ്ങൾ, തടസ്സങ്ങൾ, അഭിപ്രായ വ്യത്യാസങ്ങൾ, അവർക്കൊരു ഉയർച്ചയുണ്ടാകുന്നില്ല, തടസ്സങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നു, പുരോഗതി ഉണ്ടാകുന്നില്ല, ഒരു മാറ്റം ജീവിതത്തിൽ ഉണ്ടാകുന്നില്ല. അപ്പോൾ വിദ്യാഭ്യാസപരമായി നല്ല രീതിയിലുള്ള തടസ്സങ്ങൾ വന്നു ചേരുകയാണ്. അപ്പോൾ അതെല്ലാം സൂക്ഷിക്കുക. ദാമ്പത്തിക ജീവിതത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ, കലഹങ്ങൾ, പിരിയുന്നൊരവസ്ഥ, അകലുന്നൊരവസ്ഥ, ഒരു നേട്ടമില്ല, ഒരു സന്തോഷമില്ല, ഒരു ഐശ്വര്യമില്ല, ഒരു സഹായവും ആരുടെ മുന്നിലും ഇല്ലാതെ കഷ്ടപ്പെട്ട് മുന്നോട്ട് പോകുന്നൊരവസ്ഥയാണ് കാണുന്നത്. ചെയ്യേണ്ടത്
നാഗരാജാവ് അല്ലെങ്കിൽ ആയില്യം വരുന്ന ദിവസങ്ങളിൽ നാഗദൈവങ്ങളെ പ്രീതിപ്പെടുത്തുക, അവർക്ക് ആയില്യ പൂജ നടത്തുകയോ നൂറുമ്പാലം നടത്തുകയോ അല്ലെങ്കിൽ അഭിഷേകം നടത്തുകയോ പുഷ്പാഞ്ജലി നടത്തുകയോ ഒക്കെ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. ഒരുപാട് നേട്ടങ്ങൾ ജീവിതത്തിൽ കൈവരിക്കുവാൻ സാധിക്കുന്നത് ഇതിലൂടെയാണ്. അപ്പോൾ നാഗദൈവങ്ങളെ പ്രീതിപ്പെടുത്തി മുന്നോട്ട് പോകുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും. അതിനോടൊപ്പം നിങ്ങളുടെ ജാതകം ഒന്ന് പരിശോധിക്കുക. ജാതകത്തിൽ എന്താണ് ഇപ്പോഴത്തെ ഒരവസ്ഥ, ഈ അവസ്ഥയിൽ നമ്മൾ എന്ത് വഴിപാടാണ് കഴിക്കാനുള്ളത്, അല്ലെങ്കിൽ നമുക്കത് ഗുണമുണ്ടോ ദോഷമുണ്ടോ, ഇതെല്ലാം മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. അപ്പോൾ ജാതകഫലം ഫോണിലൂടെ അറിയണമെന്ന് ആഗ്രഹിക്കുന്നവർ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. ഓൺലൈനായി ജാതകം നോക്കാവുന്നതാണ്. അതിനൊപ്പം നിങ്ങളുടെ പേരും നക്ഷത്രവും ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ എന്തെല്ലാമാണെന്ന് മനസ്സിലാക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും പൂജ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. എല്ലാ മാസവും ക്ഷേത്രത്തിൽ നടക്കുന്ന പൂജയിൽ നിങ്ങളുടെ പേരുന്നാൾ ഉൾപ്പെടുത്തി പ്രാർത്ഥിക്കാം. നിങ്ങൾ ആ പേര് നക്ഷത്രവും ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ. അപ്പോൾ ഇത് ഈ മാസത്തേക്ക് വേണ്ടിയാണ്. അടുത്ത മാസത്തേക്ക് വേണ്ടി അടുത്ത മാസത്തിൽ വരുന്ന വീഡിയോയിൽ കമൻറ്റ് ചെയ്താൽ മാത്രം മതി. കൃത്യമായി അത് പൂജയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ചെറിയൊരു മാറ്റം നമുക്ക് നേടിത്തരുവാൻ സാധിക്കും. അല്ലാതെ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുന്നുവെന്നുണ്ടെങ്കിൽ കൃത്യമായി ക്ഷേത്ര ദർശനം നടത്തി പരിഹാരങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവുക. ഉറപ്പായിട്ടും മാറ്റം വരും. ഇതുവരെയും ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. നമസ്കാരം. മാസഫലത്തിൽ ധനുരാശിയിൽ ഉൾപ്പെട്ടു വരുന്ന മൂലം, പൂരാടം, ഉത്രാടം ഈ നക്ഷത്രക്കാർക്ക് നിങ്ങൾ വിദ്യാർത്ഥികളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അധ്വാന ഭാരം കൂടുതലായി വരികയും എന്നാൽ അതിൻ്റെ ഫലമായി വിജയം കൈവരിക്കുവാൻ സാധിക്കുകയും ചെയ്യുന്ന ഒരു മാസം തന്നെയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും അപകീർത്തി അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങളെ അപമാനിക്കുകയോ കളിയാക്കുകയോ പരിഹസിക്കുകയോ ചെയ്തുകൊണ്ടിരുന്നു എന്നുണ്ടെങ്കിൽ അതിനെല്ലാം ഒരു മാറ്റം വരും. നിങ്ങളെ കുറ്റം പറഞ്ഞ അതേ നാവ് കൊണ്ട് തന്നെ നിങ്ങളെ വാഴ്ത്തിപ്പാടുകയും അല്ലെങ്കിൽ നിങ്ങളെ പുകഴ്ത്തി പറയുവാനും എല്ലാം അനുയോജ്യമായ ഒരു സമയം തന്നെയാണ്. ആരോടും പ്രതികാരം ചെയ്യുവാൻ നിൽക്കണ്ട. കാലം നിങ്ങളെക്കുറിച്ച് കുറ്റം പറഞ്ഞ് ആ വ്യക്തി തന്നെ വന്ന് നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ സൽക്കർമ്മങ്ങളും അല്ലെങ്കിൽ നിങ്ങളുടെ നേട്ടങ്ങളും നിങ്ങളെക്കുറിച്ച് മറ്റുള്ളവരോടെല്ലാം പുകഴ്ത്തി പറയുന്ന ഒരു സമയം നമുക്ക് തന്നെ കാണുവാൻ സാധിക്കും. എല്ലാ കാര്യങ്ങൾക്കും ഒരു നേട്ടങ്ങൾ കൈവരിക്കുവാനും അല്ലെങ്കിൽ തടസ്സങ്ങൾ മാറി വിജയത്തിലേക്ക് എത്തുവാനും സാധിക്കുന്ന മനോഹരമായ ഒരു മാസം തന്നെയാണ്. വീട്, വസ്തു ഇവയെല്ലാം വാങ്ങുവാൻ അനുയോജ്യമായ സമയമാണ്. അതിലൂടെ നമുക്ക് സന്തോഷവും സമാധാനവും ജീവിതത്തിൽ കൈവരിക്കുക തന്നെ ചെയ്യും. കാര്യ തടസ്സങ്ങൾ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് മാറിക്കിട്ടുന്നു. ഒരുപാട് നല്ല രീതിയിലുള്ള ഐശ്വര്യവും ദൈവ അനുഗ്രഹവും നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരുന്നു. പിതാവിൽ നിന്നുള്ള അനുഗ്രഹം, അതുപോലെ ഗുരുജനങ്ങളിൽ നിന്നുള്ള സ്നേഹവും അനുഗ്രഹങ്ങളും വന്നു ചേരുന്നു. നല്ല രീതിയിലുള്ള പ്രവർത്തികൾ ചെയ്ത് ജീവിതത്തിൽ വിജയം കൈവരിക്കുവാൻ സാധിക്കുന്നു. മറ്റുള്ളവരോട് ദയയും കരുണയും എല്ലാമുള്ള വ്യക്തികൾ തന്നെയായിരിക്കും. എന്നാൽ ഈ മാസം അവർക്ക് ഒരുപാട് നല്ല നല്ല അനുഭവങ്ങൾ ജീവിതത്തിൽ വരുവാനും സന്തോഷിക്കുവാനും സാധിക്കുന്നു. ചെറുമക്കളിൽ നിന്നുള്ള സഹായം, അവരുടെ പുരോഗതി, അവരുടെ നേട്ടം, അതിൽ സന്തോഷിക്കുവാൻ സാധിക്കുന്നു. സ്ത്രീകൾക്ക് സാമ്പത്തിക നേട്ടമുണ്ടാകുന്നു. അവർക്ക് ജോലി, അതുപോലെ തന്നെ വിവാഹ സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾക്കൊരു മാറ്റം, ഇവയെല്ലാം സ്ത്രീജനങ്ങൾക്ക് അങ്ങനെ വന്നു ചേരാൻ സാധിക്കുന്നു. നല്ല സ്വഭാവത്തോടു കൂടി നല്ല രീതിയിൽ ജീവിതം മുന്നോട്ട് നയിക്കുവാൻ സാധിക്കുന്ന സമയമാണ്. ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരുന്നു. സുഖകരമായ രീതിയിൽ ജീവിതം മുന്നോട്ട് നയിക്കുവാൻ സാധിക്കുന്ന ഒരു മാസം. എന്നിരുന്നാലും നിങ്ങൾക്ക് സാമ്പത്തികപരമായ നേട്ടം കൈവരിച്ചുകൊണ്ടിരുന്നാലും കുടുംബജീവിതത്തിൽ സ്ത്രീകൾക്ക് വളരെ നല്ല രീതിയിൽ പുരോഗതി നേടാൻ സാധിക്കുന്നു. എന്നാൽ ചെറിയ രീതിയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നു. അതിനെ നിങ്ങൾ തന്നെ സ്വയം കൺട്രോൾ ചെയ്ത് പ്രശ്നത്തിലോട്ട് പോകാതെ നിങ്ങൾ തന്നെ സംസാരിച്ച് തീർക്കുന്നത് നല്ലതായിരിക്കും. എപ്പോഴും ഒരുപോലെ ഇരിക്കില്ല. ഗുണവും ദോഷവും സന്തോഷവും ദുഃഖവും വന്നു പോകുന്ന ഒരു മാസം തന്നെയാണ്. അപ്പോൾ കൂടുതലും അത് കുടുംബജീവിതത്തിലായിരിക്കും. ഒരു ദിവസം സന്തോഷത്തോടു കൂടി ഇരുന്നാൽ പിറ്റേ ദിവസം നിങ്ങൾ കലഹങ്ങളായിരിക്കും ഉണ്ടാകുന്നത്. കാരണമെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലിപ്പോൾ പൊതുവേ കാണുന്നതാണ്. ഒരു സന്തോഷമോ യാത്രയോ മനോഹരമായ ഒരു ദിനമോ വന്നു കഴിഞ്ഞാൽ എല്ലാവരുടെയും ശ്രദ്ധ അത് തന്നെയാണ്. അവർ ഫോട്ടോ എടുക്കുന്നു, വീഡിയോ എടുക്കുന്നു, സ്റ്റോറി ഇടുന്നു, എല്ലാം ചെയ്യുന്നു. മറ്റുള്ളവരെല്ലാവരും കാണുകയാണ്. പ്രത്യേകിച്ച് കുടുംബജീവിതത്തിലെ സന്തോഷങ്ങൾ നമ്മൾ പങ്കുവയ്ക്കുമ്പോൾ നമ്മുടെ ചുറ്റിലുമുള്ള മറ്റു വ്യക്തികൾക്ക് ആ നല്ലൊരു കുടുംബജീവിതം ഇല്ലാതെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വ്യക്തികളായിരിക്കും. എല്ലാവരുടെ കാര്യവും നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും എന്തെങ്കിലും പ്രശ്നങ്ങൾ തന്നെയായിരിക്കും. അപ്പോൾ നമ്മളെ കാണുമ്പോഴേക്കും അവരിൽ നിന്നുള്ള ദൃഷ്ടിദോഷം അല്ലെങ്കിൽ വിളിദോഷം
കമ്പയർ ദോഷം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളിലേക്ക് വന്നു ചേരുകയും നമ്മളുടെ ജീവിതത്തിൽ പിറ്റേ ദിവസം മുതൽ വഴക്കുകളും അഭിപ്രായ വ്യത്യാസങ്ങളും വരുവാനും സാധ്യതയുണ്ട്. അപ്പോൾ സൂക്ഷിക്കുക, ശ്രദ്ധിക്കുക. അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല എന്നല്ല പറയുന്നത്, എന്നാൽ സൂക്ഷിക്കുന്നത് നല്ലത് തന്നെയായിരിക്കും. എല്ലാവരും ഒരുപോലെ ആയിരിക്കുകയില്ല, പലരും പല രീതിയിലാണ് നമ്മളെ മനസ്സിലാക്കുകയും ചെയ്യുന്നത്. ഈ മാസത്തിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ കൂടുതലായി വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ ജീവിതത്തിൽ അനുഭവപ്പെടുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുക, ഗണപതി ഭഗവാന്റെ നാമം ജപിക്കുക, ഗണപതി ഭഗവാന്റെ ക്ഷേത്ര ദർശനം നടത്തുക, ഭഗവാന്റെ അമ്പലത്തിൽ കഴിയുന്നുണ്ടെങ്കിൽ പക്കനാൾ വരുമ്പോൾ ഗണപതി ഹോമം കഴിപ്പിക്കുകയോ അല്ലെങ്കിൽ നാളികേരം ഉടയ്ക്കുകയോ ഒക്കെ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. ഒരുപാട് നേട്ടങ്ങൾ കൈവരിക്കുവാൻ സാധിക്കുന്ന ഒരു സമയം തന്നെയായിരിക്കും. വിദ്യാഭ്യാസപരമായിട്ട് നല്ല ജോലിഭാരം കൂടുതലായിരിക്കും. പരീക്ഷയൊക്കെ വരികയാണ്. അപ്പോൾ ഒരുപാട് കഷ്ടപ്പെട്ട് അധ്വാനിക്കരുത്. അങ്ങനെ കഷ്ടപ്പെട്ട് അധ്വാനിച്ചാൽ മാത്രമേ വിജയം കൈവരിക്കുവാൻ സാധിക്കുകയുള്ളൂ, നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ സാധിക്കുകയുള്ളൂ, ഉയർച്ചയിലെത്തുവാൻ സാധിക്കുകയുള്ളൂ. ആത്മാർത്ഥമായി പരിശ്രമിച്ചാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് വിജയങ്ങൾ കൈവരിക്കുവാൻ സാധിക്കും, നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ സാധിക്കും. ജീവിതത്തിൽ നല്ലൊരു ജീവിത അനുഭവത്തിലൂടെ നമുക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കും. ഇപ്പോൾ ഇങ്ങനെ കാര്യങ്ങളെല്ലാം ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ തടസ്സങ്ങൾ വരികയാണെങ്കിൽ കൃത്യമായിട്ട് ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുക. നിങ്ങൾ പ്രാർത്ഥിച്ച് പൂജാ വഴിപാടെല്ലാം കഴിപ്പിച്ചിട്ടും നമുക്ക് അതിൻ്റേതായ ഒരു ഫലം ലഭിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ ജാതകം ഒന്ന് പരിശോധിക്കുക. ജാതകത്തിലെ ഇപ്പോഴത്തെ ദശാപകാരം മനസ്സിലാക്കി അതിനും പരിഹാരം ചെയ്ത് മുന്നോട്ട് പോയാൽ നേട്ടങ്ങളുണ്ടാകുന്നു, വിജയങ്ങളുണ്ടാകുന്നു, നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കുന്നു. അപ്പോൾ ജാതകഫലം ഫോണിലൂടെ അറിയണം എന്നാഗ്രഹിക്കുന്നവർ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ വാട്സാപ്പിൽ തന്നെ മെസ്സേജ് ചെയ്താൽ മറുപടി ലഭിക്കുന്നതായിരിക്കും. കൂടാതെ നിങ്ങളുടെ പേരും നക്ഷത്രവും നിങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ടും എന്താണെന്ന് ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ ഒരു മാസത്തിൽ ഈ കമൻറ്റ് ബോക്സിൽ വരുന്ന എല്ലാ പേരുകളും നമ്മൾ കളക്ട് ചെയ്ത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും പൂജ നടത്തുകയും ചെയ്യുന്നുണ്ട്. ചെറിയൊരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ നേടുവാൻ സാധിച്ചാൽ അത് തന്നെയാണ് ഏറ്റവും വലിയൊരു സന്തോഷം. കൃത്യമായിട്ട് പേരും നക്ഷത്രവും ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. നമസ്കാരം. മാസഫലത്തിൽ മകരം രാശിയിൽ ഉൾപ്പെട്ടു വരുന്ന ഉത്രാടം, തിരുവോണം, അവിട്ടം ഈ നക്ഷത്രക്കാർക്ക് സാമ്പത്തികപരമായിട്ടുള്ള പ്രതിസന്ധികൾ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. എന്നാൽ ചെറിയ തടസ്സങ്ങൾ നേരിടും എന്നുണ്ടെങ്കിലും സാമ്പത്തികം അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി അവരുടെ കയ്യിൽ തന്നെ എത്തിച്ചേരും. അതുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല. ബുദ്ധിമുട്ട് വന്നാലും മാസാവസാനത്തോടു കൂടി നമുക്ക് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ സാധിക്കും. ആഡംബരമായ ജീവിതത്തിനും അല്ലെങ്കിൽ അനാവശ്യ ചിലവുകൾക്കും വേണ്ടി ധനം ചിലവാക്കുന്ന ഒരു മാസം തന്നെയാണ്. ആഡംബര വസ്തുക്കൾ വാങ്ങുക, അനാവശ്യമായിട്ട് ധനം ചിലവാക്കിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ. സുഹൃത്തുക്കളുമായിട്ടുള്ള വിനോദയാത്രകൾ, തീർത്ഥയാത്രകൾ നടത്തുവാൻ സാധ്യതയുണ്ട്. അതിൽ മുഖാന്തരവും സാമ്പത്തിക ചിലവുകളെല്ലാം വന്നു ചേരുന്നു. എന്നൊക്കെ നമ്മൾ ഈ യാത്രകൾ ചെയ്താലും അല്ലെങ്കിൽ പൈസ മുടക്കിയാലും മനസ്സമാധാനമില്ലാത്തൊരവസ്ഥ കാണുന്നുണ്ട്. മനസ്സിന് സന്തോഷമില്ല, സമാധാനമില്ല. എന്ത് കാര്യത്തിനിറങ്ങിയാലും പ്രശ്നങ്ങളും തടസ്സങ്ങളും ഇതെല്ലാം അഭിമുഖീകരിച്ച് മുന്നോട്ട് പോകുന്ന ഒരവസ്ഥയാണ് കാണുന്നത്. അപ്പോൾ ഒന്ന് സൂക്ഷിക്കുക. നമ്മളുടെ ചിലവ് ആക്കുന്ന സാമ്പത്തികത്തിലല്ല കാര്യം, ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഐശ്വര്യവുമാണ് ഉണ്ടാകേണ്ടത്. ഇപ്പോൾ ബിസിനസ് ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ നല്ല വരുമാനം ഉണ്ടാകും, ബിസിനസ്സിൽ നേട്ടമുണ്ടാകും, ഐശ്വര്യമുണ്ടാകും, സമ്പൽ സമൃദ്ധി ഉണ്ടാകും. അതുപോലെ ജോലി ചെയ്യുന്ന വ്യക്തി ജോലിയിൽ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല, കൃത്യമായി ജോലിക്ക് പോകാൻ പറ്റുന്നു, നല്ല വരുമാനം നേടുന്നു, സന്തോഷകരമായി മുന്നോട്ട് പോകുന്നു. പക്ഷേ മനസ്സമാധാനം എന്നൊരു സാധനം ഉണ്ടാകില്ല. എന്നും ടെൻഷൻ, പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ ഇവയെല്ലാം നമ്മുടെ ജീവിതത്തെ നിരാശയിലോട്ട് കൊണ്ടെത്തിക്കുവാൻ സാധ്യതയുണ്ട്. വിദ്യാർത്ഥികളാണ് എന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ പഠിച്ചാൽ മാത്രമേ ഉയരങ്ങളിൽ എത്തുവാൻ സാധിക്കൂ. കാരണം ഇപ്പോഴത്തെ സമയം വെച്ച് വിദ്യാർത്ഥികൾക്ക് തടസ്സങ്ങൾ വന്നു ചേരുന്നുണ്ട്. അപ്പോൾ എക്സാമെല്ലാം വരുമ്പോഴേക്കും കൃത്യമായി പഠിക്കുക, എങ്കിൽ മാത്രമേ നല്ലൊരു മാർക്കെല്ലാം വാങ്ങിക്കുവാൻ സാധിക്കുകയുള്ളൂ. പിന്നെ പ്രത്യേകിച്ച് സംസാരം, എടുത്തുചാട്ടം, മുൻകോപം, ദേഷ്യം ഇതെല്ലാം കുറയ്ക്കുക. ഇല്ലെങ്കിൽ ജീവിതത്തിൽ പലയിടങ്ങളിലും നിങ്ങൾക്ക് നഷ്ടങ്ങൾ നേരിടേണ്ടി വരും. സൂക്ഷിക്കുക. വീട്, വസ്തു എന്നിവ വാങ്ങുവാൻ ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ കൃത്യമായി ഇറങ്ങിക്കോളൂ. കാര്യം നടക്കും, പക്ഷേ ഇഴച്ചിലുണ്ടാകും. ഒരു മാസം കൊണ്ട് നടക്കേണ്ട കാര്യം 3 മാസത്തിലോട്ട് പോകാനും സാധ്യതയുണ്ട്. ഇവിടെ വാഹനം ഓടിക്കുന്നവർ സൂക്ഷിക്കുക, അല്ലെങ്കിൽ വാഹനത്തിൽ ജോലി ചെയ്യുന്നവർ സൂക്ഷിക്കുക. ചെറിയ രീതിയിലുള്ള അപകട സാധ്യതകൾ കൂടുതലായി കാണുന്നുണ്ട്.
ലഹരി വസ്തുക്കളുടെ ഉപയോഗം നിങ്ങൾ കുറയ്ക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഇല്ലെങ്കിൽ വൻ നഷ്ടങ്ങൾ ജീവിതത്തിൽ വന്നു ചേരും. ലഹരി വസ്തുക്കളുടെ ഉപയോഗം കുറയ്ക്കുക വളരെ നല്ലതായിരിക്കും. രോഗാവസ്ഥ, മുറിവുകൾ കാണുന്നുണ്ട്, ആരോഗ്യ പ്രശ്നം വരാൻ സാധ്യതയുള്ളതിനാൽ ആരോഗ്യകാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധയുണ്ടായിരിക്കണം. കുടുംബജീവിതം സന്തോഷകരമായി മുന്നോട്ട് പോകുവാൻ ഒരുപാട് വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ നല്ലൊരു ദാമ്പത്തിക ജീവിതം ഇല്ലാതെ ദുഃഖങ്ങൾ അനുഭവിക്കേണ്ടി വരും. വിവാഹ തടസ്സങ്ങളുണ്ടാകുന്നു. നമ്മളുടെ പ്രണയം പരാജയത്തിലേക്ക് പോകുന്നു. ആഗ്രഹിച്ച ജീവിത പങ്കാളി ലഭിക്കാതെ വരുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരുപാട് മാനസിക ബുദ്ധിമുട്ടുകൾ, മനസ്സമാധാനമില്ലാത്ത ഒരവസ്ഥയിലോട്ട് പോകാൻ സാധ്യത കൂടുതലായി കാണുന്നുണ്ട്. സാമ്പത്തികപരമായ നേട്ടങ്ങൾ വന്നാലും സേവിങ്സ് വളരെ കുറവായിട്ടായിരിക്കും മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം പരിഹരിക്കുന്നതിന് വേണ്ടി ഈ ഒരു സമയത്ത് ഭദ്രകാളി ദേവിയെ പ്രാർത്ഥിക്കുകയും ദേവിയുടെ നാമം ജപിക്കുകയും ദേവിയെ പൂജിക്കുകയും ദേവി ക്ഷേത്ര ദർശനം നടത്തുകയും പക്കന്നാൾ വരുമ്പോൾ വഴിപാടുകൾ നടത്തുകയും ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. ഇത്രയും സന്തോഷവും സമാധാനവും ഐശ്വര്യപരമായി മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് നമുക്ക് തന്നെ പരിഹാരം കാണാവുന്നതാണ്. കൃത്യമായി ക്ഷേത്ര ദർശനം ചെയ്യുക. അപ്പോൾ എന്നിട്ടും നമുക്കിതിൻ്റെ മാറ്റമൊന്നും വരുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ജാതകം ഒന്ന് പരിശോധിക്കുക. ജാതകത്തിൽ ഇപ്പോഴത്തെ ദശാപഹാരം മനസ്സിലാക്കി അതും ഒരു പരിഹാരം ചെയ്ത് മുന്നോട്ട് പോകുന്നത് നല്ലതായിരിക്കും. ജാതകഫലം ഫോണിലൂടെ അറിയുന്നതിന് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ്. ജാതകഫലം നമുക്ക് കൃത്യമായിട്ട് വാട്സപ്പിലൂടെ തന്നെ ലഭിക്കുന്നതായിരിക്കും. ഇതുവരെയും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പം നിങ്ങളുടെ പേരും നക്ഷത്രവും കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. എല്ലാ മാസവും നിങ്ങൾക്ക് വേണ്ടി ക്ഷേത്രത്തിൽ പൂജ നടക്കാറുണ്ട്. അപ്പോൾ ഈ മാസത്തെ പൂജയിൽ നിങ്ങളുടെ പേരെന്നാൾ ഉൾപ്പെടുത്തി പ്രാർത്ഥിക്കുവാൻ വേണ്ടിയാണ്. ഇനി അടുത്ത മാസവും പൂജ നടത്തണം എന്നാഗ്രഹിക്കുന്നവർ അടുത്ത മാസം വരുന്ന വീഡിയോയിലും കമൻറ്റ് ബോക്സിൽ പേരും നക്ഷത്രവും അയച്ചോളൂ. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ചെറിയൊരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുക തന്നെ ചെയ്യും. നമസ്കാരം. മാസഫലത്തിൽ കുംഭം രാശിയിൽ ഉൾപ്പെട്ടു വരുന്ന അവിട്ടം, ചതയം, പൂരുരുട്ടാതി ഈ നക്ഷത്രക്കാർക്ക് ഈ മാസത്തിലുണ്ടാകുന്ന നേട്ടങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. നിങ്ങൾ അനാവശ്യമായ വാഗ്ദാനങ്ങൾ നൽകാതിരിക്കുന്നത് നല്ലതായിരിക്കും. കാരണം നിങ്ങൾ നൽകുന്ന ഓരോ വാഗ്ദാനങ്ങളും മറ്റൊരു വ്യക്തിയുടെ ജീവിതത്തിൻ്റെ പ്രതീക്ഷകളാണ്, അവരുടെ സ്വപ്നങ്ങളാണ്, അവരുടെ ആഗ്രഹങ്ങളാണ്. അപ്പോൾ നിങ്ങൾ നിസ്സാരമായി പറഞ്ഞിട്ട് പോകുന്ന പല വാക്കുകളും പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്ന വ്യക്തികളുണ്ട്, അല്ലെങ്കിൽ ജീവിതം മുന്നോട്ട് നയിക്കുന്ന വ്യക്തികളുണ്ട്. നിങ്ങൾക്കത് നിസ്സാരമായിരിക്കും, എന്നാൽ എതിരെ നിൽക്കുന്ന ആളിന് അതായിരിക്കും ജീവിതം. അപ്പോൾ വാക്കുകൾ പറയുമ്പോൾ സൂക്ഷിക്കുക. അനാവശ്യമായ വാഗ്ദാനങ്ങൾ കൊടുത്ത് മറ്റുള്ള വ്യക്തികളുടെ ജീവിതത്തിൻ്റെ സ്വപ്നങ്ങളെ തകർക്കാതിരിക്കുന്നത് നല്ലതായിരിക്കും. വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കുന്ന ഒരു മാസം തന്നെയാണ്. പൂർവികപരമായി നമുക്ക് ലഭിക്കാനിരിക്കുന്ന സ്വത്തുകൾക്ക് തടസ്സം ഉണ്ടായിരുന്നുണ്ടെങ്കിൽ അതെല്ലാം മാറി സ്വത്തുകൾ ലഭിക്കുവാൻ സാധ്യതയുണ്ട്. ഗൃഹനിർമ്മാണം പുരോഗതിയിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ പുതിയൊരു വീട് വയ്ക്കുവാൻ സാധ്യതയുണ്ട്. വസ്തു വാങ്ങുവാൻ സാധ്യതയുണ്ട്. നേട്ടങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യതയെല്ലാം കൂടുതലായി കാണുന്ന ഒരു മാസം തന്നെയാണ്. കൂടാതെ പ്രണയ വിജയം കൈവരിക്കുവാൻ സാധിക്കും. പ്രണയിക്കുന്നവർക്ക് അനുയോജ്യമായ ഒരു സമയം എന്ന് തന്നെ പറയുവാൻ സാധിക്കുകയുള്ളൂ. പ്രണയത്തിലൂടെ നേട്ടങ്ങൾ കൈവരിക്കുവാൻ സാധിക്കും. കുടുംബജീവിതത്തിൽ സന്തോഷവും സമാധാനവും കൊണ്ടുപോകുവാൻ സാധിക്കും. ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ വരുമെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ആ സമയത്തുള്ള ബുദ്ധിപരമായ സംസാരത്തിലൂടെയും പെരുമാറ്റത്തിലൂടെയും പ്രശ്നങ്ങൾ പരിഹരിച്ച് സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകുവാൻ സാധിക്കുന്ന ഒരു മാസം തന്നെയാണ്. അപ്പോൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കും. ധനപരമായ ലാഭം ഉണ്ടാകും. ആഗ്രഹങ്ങൾ നിറവേറുവാൻ സാധിക്കും. കർമ്മരംഗത്ത് നേട്ടങ്ങളുണ്ടാകും. നല്ല ജോലി ലഭിക്കുവാൻ സാധിക്കും. സന്തോഷമുണ്ടാകും. വാഹനങ്ങൾ വാങ്ങിക്കുവാൻ സാധിക്കും. അങ്ങനെ പുരോഗതിയിൽ നിന്നും പുരോഗതിയിലോട്ട് നല്ലൊരു നേട്ടം കൈവരിക്കുവാൻ സാധിക്കും. എന്നാൽ വിദ്യാഭ്യാസപരമായ തടസ്സങ്ങൾ കാണുന്നുണ്ട്. വിദ്യാർത്ഥികൾ സൂക്ഷിക്കുക, ശ്രദ്ധിക്കുക. പഠന വിഷയങ്ങളിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും ഉയരങ്ങളിൽ എത്തണമെന്നുണ്ടെങ്കിൽ ആത്മാർത്ഥമായി പഠിച്ച് മുന്നേറിയാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. ലഹരി വസ്തുക്കളുടെ ഉപയോഗം കുറയ്ക്കുക. എന്തൊക്കെ സൗഭാഗ്യമുണ്ടായാലും മദ്യപിച്ച് മയക്കുമരുന്നൊക്കെ ഉപയോഗിച്ച് നടക്കുന്ന വ്യക്തികളെ കൊണ്ട് കുടുംബത്തിനോ നാട്ടിനോ വീട്ടിനോ ഒരു ഗുണവും ഇല്ലാത്തൊരവസ്ഥയിലോട്ട് പോകാൻ സാധ്യതയുണ്ട്. അതെല്ലാം ഒന്ന് സൂക്ഷിക്കുക. വാഹന സംബന്ധമായ നേട്ടം ഉണ്ടാകുന്നു, ആരോഗ്യ സംബന്ധമായ നേട്ടം ഉണ്ടാകുന്നു എന്നുണ്ടെങ്കിൽ പോലും പൂർണ്ണമായിട്ടും അത്
ശരിയായി വരണമെന്നില്ല. പല പ്രശ്നങ്ങളും ഇടയിൽ വന്നുകൊണ്ടേയിരിക്കും. സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകുന്നു. രോഗസാധ്യതകൾ കൂടുതലായി വരികയാണ്. സാമ്പത്തിക ബുദ്ധിമുട്ട് മാറുകയും ജോലിയിൽ പുരോഗതി ഉണ്ടാകുകയൊക്കെ ചെയ്യുന്നതിന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. കായിക രംഗത്ത് പ്രവർത്തിക്കുന്ന വ്യക്തികൾക്ക് തടസ്സങ്ങളും നഷ്ടങ്ങളും വരാനാണ് സാധ്യതയുള്ളത്. വിദേശയാത്രയ്ക്ക് തടസ്സങ്ങൾ വരുന്നു. വിദേശത്ത് ജോലി ചെയ്യുന്ന വ്യക്തികൾക്ക് അവർക്ക് ഈ സമയത്ത് പോകാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ ജോലിയിൽ ബുദ്ധിമുട്ട് വരികയാണ്. സാമ്പത്തിക നഷ്ടങ്ങൾ വരുന്നുണ്ട്. വിദേശ ജോലിയിൽ പ്രശ്നങ്ങളും പരിഭവങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ധനപരമായ നഷ്ടങ്ങളും എല്ലാം കൂടി വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കും ജോലി ചെയ്യാൻ പോകുന്നവർക്കും ഒരുപാട് പ്രതിസന്ധികൾ നേരിടേണ്ടി വരും. എന്നിരുന്നാലും അതിജീവിച്ച് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. അപ്പോൾ ഈ ഒരു സമയത്ത് ശ്രീ ധർമ്മശാസ്താവിനെയോ അല്ലെങ്കിൽ അയ്യപ്പനെയോ പ്രാർത്ഥിക്കുന്നത് നല്ലതായിരിക്കും. പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ധാരാളം ലാഭങ്ങളും നേട്ടങ്ങളും ഉണ്ടാകും. ശനിയാഴ്ച ദിവസങ്ങളിൽ നീരാഞ്ജനം, നെയ്വിളക്ക് ഇതെല്ലാം കഴിപ്പിക്കുക. പക്കന്നാൾ വരുമ്പോൾ നെയ്യഭിഷേകവും എള്ളുപായസ വഴിപാടും കഴിപ്പിച്ച് മുന്നോട്ട് പോകുന്നത് നല്ലതായിരിക്കും. നേട്ടങ്ങൾ വരുവാനും നഷ്ടങ്ങളും അല്ലെങ്കിൽ പരാജയങ്ങളും ഒഴിവാക്കുവാനും ഇവിടെ സാധിക്കുക തന്നെ ചെയ്യും. നിങ്ങൾ ഇത്രയും ചെയ്തിട്ടും നിങ്ങളുടെ പ്രശ്നങ്ങൾ മാറുന്നില്ല, വീണ്ടും പ്രശ്നത്തിലോട്ട് തന്നെ പോകുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജാതകം ഒന്ന് പരിശോധിക്കുക. ഒരു ജാതകം പരിശോധിക്കുന്നതിന് വേണ്ടി സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മാത്രം മതി. വാട്സാപ്പിലൂടെ തന്നെ മറുപടി ലഭിക്കുന്നതായിരിക്കും. ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. കൂടാതെ നിങ്ങളുടെ പേരും നക്ഷത്രവും ജീവിതത്തിൽ അനുഭവിച്ചിരിക്കുന്ന ബുദ്ധിമുട്ടുകളും എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ ഒരു മാസത്തിൽ ക്ഷേത്രത്തിൽ നടക്കുന്ന പൂജയിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും ഉൾപ്പെടുത്തി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഒരു ചെറിയൊരു പരിഹാരം നേടിയെടുക്കുവാനും ഒരു മാറ്റം വരുവാനും ഈ പൂജയിലൂടെ സാധിക്കും. അടുത്ത മാസം പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ അടുത്ത മാസത്തെ വീഡിയോയിലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തി. ഇതൊരു മാസത്തേക്കാണ്. അപ്പോൾ കൃത്യമായി പ്രാർത്ഥിക്കുകയും ചെറിയൊരു മാറ്റം ജീവിതത്തിൽ വന്നു ചേരുകയും ചെയ്യും. നമസ്കാരം. മാസഫലത്തിൽ മീനൻ രാശിയിൽ ഉൾപ്പെട്ടു വരുന്ന പൂരുരുട്ടാതി, ഉത്തരട്ടാതി, രേവതി ഈ നക്ഷത്രക്കാർക്ക് ഈ ഒരു മാസത്തിൽ ഗുണവും ദോഷവും സുഖവും ദുഃഖവും ജയവും പരാജയവും ഒരുപോലെ വന്നു ചേരുന്ന ഒരു മാസം തന്നെയാണ്. ഏറ്റെടുക്കുന്ന കാര്യങ്ങളിൽ വിജയം കൈവരിക്കുവാൻ സാധിക്കും എന്നുണ്ടെങ്കിലും ചെറിയ രീതിയിലുള്ള പരാജയങ്ങൾ നിങ്ങളെ പിന്തുടർന്നു കൊണ്ടേയിരിക്കും. ഓർമ്മക്കുറവ് വലിയൊരു ബുദ്ധിമുട്ടായിട്ട് വരുന്ന ഒരു മാസമാണ്. സൂക്ഷിക്കുക. പക്ഷി മൃഗാദികളിൽ നിന്നുള്ള ലാഭം, അതായത് വളർത്തുമൃഗങ്ങളിൽ നിന്നുള്ള ലാഭങ്ങൾ ഉണ്ടാകുന്നു. നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലുള്ള സുഖഭോജനങ്ങൾ, നിങ്ങൾക്കിഷ്ടമുള്ള ഭോജനങ്ങൾ ലഭിക്കുവാൻ സാധ്യതയുള്ള ഒരു മാസം കൂടി തന്നെയാണ്. അപ്പോൾ ജീവിതത്തിൽ സന്തോഷമുണ്ടാകും, വിജയങ്ങൾ കൈവരിക്കുവാൻ സാധിക്കുകയും ചെയ്യും. നഷ്ടങ്ങളും പരാജയങ്ങളും മാറിക്കിട്ടും, ഉയർച്ചയുണ്ടാകും, ചിലവുകൾ കുറയ്ക്കുവാൻ സാധിക്കും, കഷ്ടപ്പാടുകൾ മാറിക്കിട്ടും. പരാജയങ്ങളും വീഴ്ചകളും വന്നുകൊണ്ടിരുന്ന സ്ഥലത്ത് നമുക്കവിടെ നേട്ടങ്ങൾ കൈവരിക്കുവാൻ സാധിക്കുന്നുണ്ട്. ചെറിയ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ വന്നാലും വലിയ രീതിയിൽ ബുദ്ധിമുട്ടില്ലാതെ നമുക്കത് മുന്നോട്ട് പോകാൻ സാധിക്കും. അപ്പോൾ നമ്മൾ വിചാരിക്കും നമുക്ക് മാത്രമാണ് ഈ ഒരു ബുദ്ധിമുട്ട് വന്നത്. നമുക്ക് വന്നത് ഒരു ചെറിയൊരു മുറിവാണ്, പക്ഷേ അത് കൃത്യമായ രീതിയിൽ നോക്കുകയാണെങ്കിൽ അതിൻ്റെ 4 ഇരട്ടി വലുപ്പത്തിൽ വരാനുള്ളതാണ്. നമ്മുടെ വിശ്വാസവും പ്രാർത്ഥനയും കരുതലും കൊണ്ടായിരിക്കും ആ ഒരു വലിയൊരു അപകടം ചെറുതായി വന്നു പോകുന്നത്. വരാനുള്ളത് വരിക തന്നെ ചെയ്യും. നമ്മുടെ വിശ്വാസവും പ്രാർത്ഥനയുമായി മുന്നോട്ട് പോയാൽ അതിനൊരു ചെറിയ മാറ്റം വരുത്തുവാനും സാധ്യതയുണ്ട്. അപ്പോൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോയിക്കോളൂ. നേട്ടങ്ങളും ഐശ്വര്യങ്ങളും വന്നു ചേർന്ന് സന്തോഷകരമായിട്ടൊരു ജീവിതം നമുക്ക് നയിക്കുവാൻ സാധിക്കുക തന്നെ ചെയ്യും. കാര്യതടസ്സങ്ങൾ കൂടെ തന്നെയുണ്ട്. വിദ്യാർത്ഥികൾക്ക് നഷ്ടങ്ങൾ, പരാജയങ്ങൾ, അപവാദങ്ങൾ, അപമാനങ്ങൾ വന്നു ചേരാൻ സാധ്യത ഉള്ളതിനാൽ കൃത്യമായി പഠിക്കുക. കൃത്യമായി പഠിച്ച് മുന്നോട്ട് പോയില്ലെങ്കിൽ വിജയിക്കുവാൻ സാധിക്കുകയില്ല. എടുത്തുചാട്ടം, മുൻകോപം, സംസാരം എല്ലാം നിയന്ത്രിക്കുന്നത് നല്ലതായിരിക്കും. വീട്, വസ്തു കാര്യങ്ങൾക്ക് ചെറിയ നഷ്ടങ്ങളും പരാജയങ്ങളും, അതുപോലെ ജീവിതത്തിൽ നിങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് ഒന്നിനും പൂർണ്ണ പരിഹാരമില്ലാതെ ചെറിയ ചെറിയ തടസ്സങ്ങൾ എപ്പോഴും ഉണ്ടായിരിക്കുന്നൊരവസ്ഥ. വാഹന സംബന്ധമായ ലാഭം ഉണ്ടാകുന്നു എന്നുണ്ടെങ്കിലും ആരോഗ്യപരമായ ചെറിയ ബുദ്ധിമുട്ടുകൾ ജീവിതത്തിലേക്ക് കടന്നു വന്നുകൊണ്ടേയിരിക്കുകയാണ്. വിവാഹ സംബന്ധമായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കണമെന്നില്ല. പ്രണയം പരാജയപ്പെടുന്നൊരവസ്ഥയാണ് കാണുന്നത്. സ്നേഹിക്കുന്നവർ തമ്മിൽ പിരിയേണ്ടി വരുന്നൊരവസ്ഥയൊക്കെ കാണുന്നുണ്ട്. കൂടാതെ നിങ്ങൾ ആരെയാണോ കൂടുതൽ വിശ്വസിക്കുന്നത്, സ്നേഹിക്കുകയും ചെയ്യുന്നത്, ആ വ്യക്തി തന്നെയാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രുവായി മാറുന്നതും
നിങ്ങളുടെ ശത്രുസ്ഥാനത്ത് നിൽക്കുകയും ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പോലും മനസ്സിലാകാൻ പറ്റാതെ നിങ്ങളുടെ കൂടെ തന്നെ നിങ്ങളുടെ സുഹൃത്തൊരു ശത്രുവിനെ പോലെയുണ്ട്. ആരോഗ്യനില വളരെയധികം സൂക്ഷിച്ച് മുന്നോട്ട് പോവുക. എന്തെങ്കിലും ആരോഗ്യ പ്രശ്നമുള്ളവർ ട്രീറ്റ്മെൻറ്റും ചെക്കപ്പും എല്ലാം ചെയ്യുന്നത് നല്ലതായിരിക്കും. ദാമ്പത്തിക ജീവിതത്തിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നുണ്ടെങ്കിലും സാമ്പത്തികപരമായിട്ടുള്ള പുരോഗതി ഇവർക്കുണ്ടാകുകയാണ്. അപ്പോൾ നേട്ടവും ഐശ്വര്യവും വിജയവും എല്ലാം കൈവരിച്ച് സന്തോഷകരമായ രീതിയിൽ ജീവിതം മുന്നോട്ട് നയിക്കണം എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ദേവിയെ പ്രാർത്ഥിക്കുക. ലക്ഷ്മി ദേവിയെയോ അല്ലെങ്കിൽ ഭഗവതിയെയൊക്കെ പ്രാർത്ഥിച്ച് പൂജിച്ച് ദേവിയുടെ നാമമെല്ലാം ജപിച്ച് മുന്നോട്ട് പോയാൽ തടസ്സങ്ങൾ മാറുന്നു, നേട്ടങ്ങൾ ഉണ്ടാകുന്നു, വിജയങ്ങൾ കൈവരിക്കുവാൻ സാധിക്കുന്നു. ഈ സമയത്ത് ആത്മാർത്ഥമായിട്ട് ദേവിയെ പ്രാർത്ഥിക്കുന്നത് നല്ലത് തന്നെയായിരിക്കും. എന്ത് ബുദ്ധിമുട്ട് വന്നാലും ദേവിയുടെ പ്രാർത്ഥനയിൽ നിന്നും മാറാതിരിക്കുക, ക്ഷേത്ര ദർശനം ചെയ്യുക തന്നെ ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ പരിഹാരമെല്ലാം ചെയ്തിട്ടും മാറ്റം വരുന്നില്ല എന്നുണ്ടെങ്കിൽ ജാതകം ഒന്ന് പരിശോധിക്കുക. ജാതകത്തിൽ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കി ജാതകത്തിലും കൂടി അതിൻ്റെ പരിഹാരം ചെയ്ത് ജാതക ഫലവും കൂടി നോക്കി പരിഹാരം ചെയ്ത് മുന്നോട്ട് പോയാൽ നല്ല രീതിയിൽ ജീവിതം മുന്നോട്ട് നയിക്കുവാൻ സാധിക്കും. ഇവിടെ നമുക്ക് ജീവിതത്തിൽ എന്ത് പരിഹാരം ചെയ്തിട്ടും മാറുന്നില്ല എന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ജാതകം പരിശോധിച്ചാൽ മാത്രമേ അതറിയാൻ സാധിക്കുകയുള്ളൂ. പരിശോധിച്ച് അതിൻ്റെ ഫലം കണ്ടുപിടിച്ച് പരിഹാരം ചെയ്ത് മുന്നോട്ട് പോയാൽ പെട്ടെന്നൊരു മാറ്റം ഉണ്ടാകും. ജാതകഫലം ഫോണിലൂടെ അറിയണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പർ മെസ്സേജ് ചെയ്താൽ മാത്രം മതി. എല്ലാവരുടെ പേരും നക്ഷത്രവും ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങളുടെ പേരും നക്ഷത്രവും ചൊല്ലി എല്ലാ മാസത്തിലും ക്ഷേത്രത്തിൽ പൂജ നടത്തുകയാണ്. ആ പൂജയിൽ നിങ്ങൾക്കും പങ്കുചേരാം. നിങ്ങളുടെ പേര് ഉൾപ്പെടുത്താൻ വേണ്ടിയാണ് അത് അയക്കുവാൻ പറയുന്നത്. നല്ലൊരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുക തന്നെ ചെയ്യും. നല്ലൊരു ഐശ്വര്യത്തോടു കൂടി മുന്നോട്ട് പോകുവാൻ സാധിക്കുകയും ചെയ്യും. കൃത്യമായിട്ട് പേരും നക്ഷത്രവും രേഖപ്പെടുത്തുക. ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.